Dear students, welcome back to Veranda Rays online channel. അപ്പോൾ നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷൻ വേരിയേഷൻ്റെ 5th പാർട്ടാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 5th പാർട്ടിൽ പ്രധാനമായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട റേഷ്യോ ആപ്ലിക്കേഷൻ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടോപ്പിക് തന്നെയാണ്. അപ്പോൾ റേഷ്യോയുടെ ആപ്ലിക്കേഷൻ മിക്സ്ചേഴ്സിൻ്റെ അത് ബേസിക് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പരിചയപ്പെടുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് മിക്സ്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോ ആപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻസിനെയും കൂടെ നമുക്കിവിടെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ നോക്കിക്കോളൂ. One of the basic type question: 2 bottles of equal capacity filled with 1/3 and 1/4 parts with milk, then filled to capacity with water, and the mixture of 2 bottles is poured into a big vessel. Find the ratio of water to milk in the new mixture. അപ്പോൾ കാര്യം ഇവിടെ വളരെ സിമ്പിളാണ്. ഇപ്പോൾ 2 ഈക്വൽ കപ്പാസിറ്റി ഉള്ള 2 വെസൽസിനെ കുറിച്ച് നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഇപ്പോൾ 2 ഈക്വൽ കപ്പാസിറ്റി ഉള്ള വെസൽസിനെ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്തു. 2 വെസൽസ് നമുക്ക് ചിന്തിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഈ ഒരു ഫോമിലേക്ക് പറയാം. ഇതിൻ്റെ 1/3 പാർട്ടും ഇതിൻ്റെ 1/4 പാർട്ടും മിൽക്ക് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. 1/3 and 1/4 പാർട്ട് മിൽക്ക് ഫിൽഡ് വിത്ത് മിൽക്ക്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വാട്ടർ ടു മിൽക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സൗകര്യത്തിനായിട്ട് നമ്മൾ കൺസിഡർ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം വാട്ടറും താഴത്തെ ഭാഗം മിൽക്കുമാണ് എന്ന് കരുതിക്കോളൂ. ഈ 1/3 1/4 നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റണമെങ്കിൽ ഫോർ ദ കൺവീനിയൻസ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് ഈ 2 ചെറിയ വെസൽസിൻ്റെ ക്വാണ്ടിറ്റി ഓർ കപ്പാസിറ്റി എത്രയാണെന്ന് അസ്യൂം ചെയ്താലായിരിക്കും കാൽക്കുലേഷൻ എളുപ്പമാവുക. അപ്പോൾ 1/3 എടുക്കാൻ പറ്റണം, 1/4 എടുക്കാൻ പറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3യുടെയും 4ൻ്റെയും മൾട്ടിപ്പിൾ. അപ്പോൾ ഞാനിവിടെ സൗകര്യത്തിന് ഈ വെസലിൻ്റെ കപ്പാസിറ്റി 12 ലിറ്റർ ആണെന്നും ഈ വെസലിൻ്റെ കപ്പാസിറ്റിയും 12 ലിറ്റർ ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഫസ്റ്റ് വെസലിൽ 1/3 പാർട്ട് മിൽക്ക. എന്തായിരിക്കും 1/3 of 12 എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1/3 of 12 ലിറ്റർ എന്ന് പറയുമ്പോൾ 4 ലിറ്റർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്തോണം, ഇവിടെ നമ്മളപ്പോൾ കൺസിഡർ ചെയ്യാണ് ഇതിൻ്റെ ഒരു 4 ലിറ്റർ മിൽക്കാണെന്ന് കരുതിക്കൂ. മിച്ചം അപ്പോൾ എത്ര ലിറ്റർ ആയിരിക്കും വാട്ടർ ഉണ്ടാകുക? അപ്പോൾ മിച്ചം അവിടെ വാട്ടർ 8 ലിറ്റർ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയാണ്. ഇനി അടുത്ത മനസ്സിലാക്കണം, അടുത്ത 1/4 പാർട്ട് മിൽക്കാണ്. അപ്പോൾ അടുത്ത വെസലിൽ അടുത്ത 12 ലിറ്റർ ആണല്ലോ, അതിൻ്റെ 1/4 എത്രയാന്ന് നോക്കി. അതിൻ്റെ 1/4 എന്ന് പറയുന്നത് എത്രയാണ്? 3 ലിറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്തൊരു 3 ലിറ്റർ മിൽക്കാണ്. ബാക്കി 9 ലിറ്റർ എന്ത് തന്നെയാണ്? വാട്ടറാണ്. ഇത് രണ്ടും കൂടെ ഒരു വലിയ വെസലിലേക്ക് ഒഴിക്കുന്നതായിട്ട് നമ്മളൊന്ന് സങ്കല്പിച്ചു. അപ്പം അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ വെള്ളത്തിൻ്റെ അളവ് കണ്ടോ, 8 9 കൂടെ കൂട്ടിക്കേ. 8 9 കൂടെ കൂട്ടി എത്ര വന്നു? 17. മിൽക്കിൻ്റെ അളവോ, മിൽക്ക് 4ഉം 3യും കൂടെ ആഡ് ചെയ്തു 7. അപ്പോൾ നമുക്ക് ഇത്തരം ചോദ്യങ്ങളിലൊക്കെ ഫൈനലി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റേഷ്യോ എന്താണെന്നുള്ളത് ശ്രദ്ധ വേണം. വാട്ടർ ടു മിൽക്ക് എന്ന് ചോദിച്ചാൽ വാട്ടർ ടു മിൽക്ക്. അപ്പോൾ വാട്ടർ ടു മിൽക്ക് എന്ന് പറയുന്നത് എന്ത് വന്നോളും? 17:7 എന്ന് കിട്ടിയില്ലേ? 17:7. അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന LCM മോഡൽ അപ്രോച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ വെസൽസിൻ്റെ കപ്പാസിറ്റി അസ്യൂം ചെയ്തിട്ട് കൊണ്ടുവരിക ചെയ്തത്. എന്നാൽ കുറച്ചുകൂടെ നമ്മൾ പ്രൊഫഷ്യൻ്റ് ആയി കഴിയുമ്പോൾ അങ്ങനെ ഒരു അസംഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ തുടക്കത്തിൽ നമുക്കൊന്ന് പഠിച്ച് കയറി വരാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനായി നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റി. മറിച്ച് നമുക്ക് എന്തായിരിക്കണം, ഇത്തരം സിറ്റുവേഷൻസിൽ കൊണ്ടുവരാൻ പറ്റുന്ന അനദർ അപ്രോച്ച്. ഇപ്പം ഇത്രയും ഒന്നും പോകാതെ എങ്ങനെ ആൻസറിലേക്ക് വരാം? അപ്പോൾ അത് നോക്കിക്കോ. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. 2 ബോട്ടിൽസ് ഓഫ് ഈക്വൽ കപ്പാസിറ്റി. അപ്പോൾ ഒരേ കപ്പാസിറ്റി ഉള്ള 2 ബോട്ടിൽസിനെ കുറിച്ച് പറയാം. ഫൈനലി വാട്ടർ ടു മിൽക്കാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ടർ ടു മിൽക്ക് ഫോർ ദ കൺവീനിയൻസ് ഓഫ് ഓപ്പറേഷൻ ഞാൻ അതിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നു എന്നുള്ളേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല. വാട്ടർ ഇസ് ടു മിൽക്ക് എന്ന് വേണമെങ്കിലും റേഷ്യോ ആയിട്ട് നമുക്ക് അവിടെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ വാട്ടർ ടു മിൽക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം നമുക്കിതിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരേണ്ടത്? ഇനി ഇതിനെ റേഷ്യോ ആയിട്ട് എഴുതിയെന്ന് കരുതൂ, നേരെ എഴുതിയാലും മതി. വാട്ടർ ഈസ് ടു മിൽക്ക്. അപ്പോൾ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ആദ്യത്തതിൽ 1/3 പാർട്ട് മിൽക്കാണ്. അപ്പോൾ നമ്മൾ വാർത്ത നോക്കിയേ, ഈ 1/3 പാർട്ട് മിൽക്കാണെങ്കിൽ വാട്ടറിൻ്റെ അളവ് എന്താണ്? അപ്പോൾ 1/3 മിൽക്കാണെങ്കിൽ മിച്ചം എന്താ വരിക? 2/3 എന്നല്ലേ വരിക. അപ്പോൾ നമുക്കിവിടെ പറയാം ആദ്യത്തതിൻ്റെ 2/3 വാട്ടറാണ്. അടുത്തതിൻ്റെ 1/4 പാർട്ട് മിൽക്കാ. 1/4 പാർട്ട് മിൽക്കാ. അപ്പം മിച്ചം എന്താ വരിക? 3/4 വരും. ഇങ്ങനെ നമുക്ക് എഴുതുവാൻ സാധിച്ചത്
പ്രത്യേകിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാതെ എഴുതുവാൻ സാധിച്ചത് ഈക്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബേസിക് അസംഷൻ ഉണ്ട്, 1 ലിറ്റർ വീതമായിരിക്കും 2 വെസൽ എന്നും കരുതി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 2/3 ലിറ്റർ വാട്ടർ ഉണ്ട്, ഇതിൻ്റെ അകത്ത് 3/4 ലിറ്റർ വാട്ടർ ഉണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ അളവ് പൂർണ്ണമായിട്ടും കിട്ടി. ഇനി മിൽക്കിൻ്റെ അളവ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രാക്ഷൻസ് അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി. 1/3 പ്ലസ് 1/4. ഇതൊന്ന് സോൾവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ എങ്ങനെ ഇനി സോൾവ് ചെയ്യുക? അതായത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. 2 × 4 8, 3 × 3 9, താഴെ എന്ത് വേണം? 3 × 4 12. അടുത്തത് ഇവിടെ 1 × 4 4 വന്നു, പ്ലസ് 1 × 3 3 ഡിവൈഡ് ബൈ 3 × 4 12 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഒരു സൗകര്യം കണ്ടോ, രണ്ടിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലേ? 12 ആണ്. അപ്പൊ അതിനെ കട്ട് ചെയ്തു. ബാക്കി ന്യൂമറേറ്റർ എന്ത് വന്നു എന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ന്യൂമറേറ്റർ നമ്മൾ നോക്കിയപ്പോ 17, അടുത്തത് എന്ത് വന്നു? 7 എന്ന് കിട്ടിയില്ലേ? സോ ദാറ്റ്സ് ആൻസർ. അപ്പൊ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ പറഞ്ഞ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ബിഗിനർ ലെവലിലാണ് നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി 12 ലിറ്റർ ആണെന്നൊക്കെ. പക്ഷെ ഒന്ന് പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തരം അസംഷൻസ് ഒന്നും വേണ്ട, നേരിട്ട് ഈ ഫ്രാക്ഷൻസ് ഉപയോഗിച്ച് തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസിനെ നമുക്ക് അവിടുന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. 48 liters of a mixture contains milk and water in the ratio 7:5 respectively. How much additional quantity of water should pour into the mixture to make the ratio of milk and water in the resultant mixture as 2:3? അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഓൾറെഡി വെസലിൻ്റെ അകത്ത് ഒരു 48 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മിൽക്കും വാട്ടറും ഉണ്ട്, പാലും വെള്ളം. അപ്പോൾ അതിൻ്റെ അകത്ത് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 7:5. മിൽക്ക് വാട്ടർ ഇതിൻ്റെ റേഷ്യോ ആണ് 7:5. ഇതിലേക്ക് എന്താ നമ്മൾ ഒഴിക്കുന്നത്? ഹൗ മച്ച് അഡീഷണൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഷുഡ് പോർ ഇൻ ടു ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അതൊന്ന് ഡൈല്യൂട്ട് ആകും. ഡൈല്യൂട്ട് ആകുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൽക്കിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ പുതിയ മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോ ആണ് 2:3. അപ്പം അങ്ങനെയാണ് എന്തുമാത്രം വെള്ളം ഒഴിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു മിൽക്ക് ആൻഡ് വാട്ടർ സൊല്യൂഷനിലേക്ക് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അളവ് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം വാട്ടർ ഈസ് എ വേരിയിങ് കമ്പോണൻറ്റ്. എന്നാൽ മിൽക്കിൻ്റെ അളവ് വേരി ചെയ്യുന്നുണ്ടോ? മിൽക്കിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, പക്ഷെ മിൽക്കിൻ്റെ അളവ് വേരി ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ പറയാം മിൽക്ക് ഈസ് എ നോൺ വേരിയിങ് കമ്പോണൻറ്റ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രധാന ട്രിക്ക്, ആരാണ് ആ സാഹചര്യത്തിലെ നോൺ വേരിയിങ് കമ്പോണൻറ്റ് എന്ന് തിരിച്ചറിയുക, അയാളെ പിടിക്കുക. അയാളെ പിടിക്കുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ ക്വാണ്ടിറ്റീസിനെ ഇക്വേറ്റ് ചെയ്യുക. മുമ്പ് അയാൾ എത്രയായിരുന്നു, അയാൾ ഫൈനലിയും അത്ര തന്നെയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മളതിനെ കണക്ട് ചെയ്യാം. എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന റേഷ്യോ മിൽക്ക് ആൻഡ് വാട്ടർ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി മിൽക്ക് ആൻഡ് വാട്ടർ. ഇനിഷ്യൽ സൊല്യൂഷനിൽ 7:5 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി ഇനിഷ്യൽ സൊല്യൂഷൻ 7:5. ഫൈനൽ സൊല്യൂഷനിൽ 2:3 ആണ്. 2:3. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അളവ് മാറും അല്ലേ? അപ്പോൾ ഇവിടെ മിൽക്കല്ലേ നോൺ വേരിയിങ് കമ്പോണൻറ്റ്. അപ്പോൾ ഇവിടുത്തെ നോൺ വേരിയിങ് കമ്പോണൻറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആരെയാണ്? അത് മിൽക്കിനെയാണ്. ഓർത്തോണം, നോൺ വേരിയിങ് കമ്പോണൻറ്റ്. നമ്മളിനി റേഷ്യോയിൽ ഒരു രൂപമാറ്റം വരുത്തുകയാണ്. ദാറ്റ് ഈസ് ദ ഓൾട്രേഷൻ ഇൻ റേഷ്യോ വാല്യൂസ്. എന്താ നമ്മുടെ ആവശ്യം? ഈ 7നെയും 2നെയും തുല്യമാക്കണം. ഓർത്തോണം, നോൺ വേരിയിങ് കമ്പോണൻറ്റ് ഇവിടെ മിൽക്കാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അളവുകളെ തുല്യമാക്കണം. എന്തായിരിക്കും അതിനുള്ള വഴി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റേഷ്യോയ്ക്കകത്ത് ഈ 7നെയും 2നെയും തുല്യമാക്കണം. എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് റേഷ്യോയെ ഒരു 2 കൊണ്ടും സെക്കൻഡ് റേഷ്യോയെ ഈ 7 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, കാര്യം നടക്കത്തില്ലേ? അപ്പോൾ എപ്പോഴും റേഷ്യോ ഓൾട്രേഷൻ എന്ന് പറയുമ്പോഴേ ഓർത്തോണം, ഒരു റേഷ്യോയെ അപ്പാടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിച്ചോണം, റേഷ്യോ വാല്യൂവിനെ അപ്പാടെ എല്ലാ 2 വാല്യൂസിനെയും എന്തെങ്കിലും കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലാതെ ഒരെണ്ണത്തിന് മാത്രമായിട്ട് മാറ്റം വരുത്തുവാൻ സാധ്യമല്ല. അപ്പം ഇങ്ങനെ മാറ്റം വരുത്തിയ റേഷ്യോ നമ്മൾ ഇനി എടുത്തെഴുതിയാൽ മതി. അപ്പം മാറ്റം വരുത്തിയ റേഷ്യോ നമ്മൾ എടുത്തെഴുതുമ്പോൾ മനസ്സിലായി. 2 × 7 14, 2 × 5 10 കിട്ടിയോ?
അപ്പോൾ പുതിയ മിൽക്ക് ആൻഡ് വാട്ടറിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. മിൽക്ക് ആൻഡ് വാട്ടർ മാറ്റമൊന്നുമില്ല, ഈ റേഷ്യോ തന്നെയാണ്. അപ്പം ഇങ്ങനെ റേഷ്യോ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുതിയൊരു റേഷ്യോ ആക്കി മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇക്വലന്റ് റേഷ്യോ. മനസ്സിലായോ? ഇക്വലന്റ് റേഷ്യോ. അപ്പം ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പം ഇതും 14, ഇവിടെ വന്നപ്പോൾ 20. ഇപ്പം നമ്മുടെ ആവശ്യം പോലെ മിൽക്കിൻ്റെ അളവ് പണ്ടും ഇപ്പോഴും തുല്യമാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ? വെള്ളം കൂടുതൽ ഒഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു ഇവിടെ എന്താണ് ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ 10 വാട്ടറിൻ്റെ അളവ് നേരത്തെ, ഇപ്പം അത് 21 ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ അവിടെ കൂടിയെന്ന് നോക്കി, അവിടെ കൂടിയിരിക്കുന്ന ഒരു 11 അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഉത്തരം 11 പറയാമോ? ഇല്ല. ഇനിയാണ് നമ്മൾ ചോദ്യത്തിലെ ഒറിജിനൽ ക്വാണ്ടിറ്റിയിലേക്ക് വരുന്നത്. ഇവിടെ ഒരു 48 ലിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം നമ്മളിതിനെ കണക്ട് ചെയ്യേണ്ടത് ഈ 10ഉം 14ഉം കൂടെ ചേരുന്ന 24 ലിറ്റർ ഇല്ലേ? ഈ 10 + 14 അതാണ് 24. അപ്പം നമുക്കിങ്ങനെ കൺസിഡർ ചെയ്ത് 24. ഈ 24 എന്ന് പറയുന്നതാണ് 48 ലിറ്റർ എന്ന യഥാർത്ഥ ക്വാണ്ടിറ്റി. That 24 is representing the original quantity 48 liter. അപ്പോൾ ഈ 11 എന്തിനെ സൂചിപ്പിക്കുന്നു എന്നായി ചോദ്യം. If 24 is representing 48 liters, then what is 11 represents? എന്ത് ചെയ്താൽ മതി? ഇപ്പം നമുക്ക് മനസ്സിലായി 24നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 48 ആയി. അപ്പം 11നെ അതേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, കാര്യം കഴിഞ്ഞു. അപ്പം ഇവിടെ 11 × 2, so that is 22 liters. എളുപ്പമല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം, കൊണ്ടുവന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഏതാണ് നോൺ വേരിയിങ് കമ്പോണൻറ്റ്? അപ്പോൾ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ? ഇപ്പം നമ്മൾ പറഞ്ഞ സാഹചര്യം എന്താ? മിൽക്ക് ആൻഡ് വാട്ടർ സൊല്യൂഷനിലേക്ക് വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം മിൽക്ക് നോൺ വേരിയിങ്. ഇതിലേക്ക് മിൽക്കായിരുന്നു ഒഴിച്ചിരുന്നെങ്കിലോ വാട്ടർ നോൺ വേരിയിങ്. ക്ലിയർ? അപ്പോൾ ഇതൊരു ക്ലാസ്സിൽ ബോയ്സ് ആൻഡ് ഗേൾസ് ഉള്ളൊരു ക്ലാസ്സിലേക്ക് പുതുതായിട്ട് കുറച്ച് ഗേൾസ് കൂടെ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഗേൾസിൻ്റെ എണ്ണം കൂടി. അപ്പോൾ അവിടുത്തെ നോൺ വേരിയിങ് കമ്പോണൻറ്റ് എന്തായിരിക്കും? ബോയ്സിൻ്റെ എണ്ണമായിരിക്കും. അപ്പോൾ ഈ തരത്തിലൊക്കെ നമുക്ക് ഈ സാഹചര്യത്തിനെ, മിക്സ്ചേഴ്സ് എന്നുള്ള സാഹചര്യത്തിനെ പല തരത്തിലേക്ക് നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 22 ലിറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇവിടെ a can contains a mixture of 2 liquids A and B in the ratio 7:5. When 9 liters of mixture are drawn off and the can is filled with B, the ratio of A and B becomes 7:9 liters of liquid A contained by the can initially was. ഒരല്പ പ്രശ്നക്കാരനായ ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നിങ്ങളൊരു ടാഗ് ലൈൻ കൊടുക്കേണ്ടതെന്നാണ് റീപ്ലേസ്മെന്റ്. സോ ദിസ് ഈസ് റീപ്ലേസ്മെന്റ്. ഈക്വൽ ക്വാണ്ടിറ്റി റീപ്ലേസ്മെന്റ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 9 ലിറ്റർ എടുത്തു, ആ സൊല്യൂഷനിൽ നിന്ന് 9 ലിറ്റർ എടുത്തിട്ട് 9 ലിറ്റർ വെള്ളം ഒഴിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. ബട്ട് ഇറ്റ്സ് എ കേസ് ഓഫ് സിംഗിൾ റീപ്ലേസ്മെന്റ്. ഒറ്റ തവണ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ബേസിക് റേഷ്യോയുടെ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സാഹചര്യം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു വെസലിൽ എ എന്നും ബി എന്നുമുള്ള 2 ക്വാണ്ടിറ്റീസ്, 2 സൊല്യൂഷൻസ്, മിൽക്ക് എന്നും വാട്ടർ എന്നും കരുതിക്കൂ. അപ്പോൾ നമുക്ക് പ്രായോഗികമായിട്ട് അങ്ങനെ എ മിൽക്കാണ്, ബി വാട്ടറാണ് എന്ന് കരുതിക്കോളൂ. അപ്പോൾ 7:5 എന്നുള്ള റേഷ്യോയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചോണം. ഈ 7:5 എന്നുള്ള റേഷ്യോയിൽ എയും ബിയും ഉണ്ടെങ്കിൽ, മിൽക്കും വാട്ടറും ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ നിന്ന് 1 ലിറ്റർ എടുത്തു എന്ന് കരുതുക. 1 ലിറ്റർ. ഈ 1 ലിറ്റർ നമുക്ക് കിട്ടുന്നത് മിൽക്കായിരിക്കുമോ? അല്ലെങ്കിൽ 1 ലിറ്റർ നമുക്ക് കിട്ടുന്ന വാട്ടർ ആയിരിക്കുമോ? അങ്ങനെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? അതോ നമ്മൾ എടുക്കുന്ന ഓരോ ലിറ്ററിലും മിൽക്ക് ആൻഡ് വാട്ടർ ഈ 7:5 എന്നുള്ള റേഷ്യോയിൽ തന്നെ ആയിരിക്കത്തില്ലേ? നമ്മളതിൽ ഒരു ഡ്രോപ്പ് എടുത്തു, ഒരു തുള്ളി എടുത്തു, അതിൻ്റെ അകത്തും ഈ മിൽക്ക് ആൻഡ് വാട്ടർ എന്നുള്ളത് 7:5 എന്നുള്ള റേഷ്യോയിൽ തന്നെ ആയിരിക്കും. ശ്രദ്ധിച്ചോണം. ഇത്തരം സൊല്യൂഷൻസിൻ്റെ കേസിൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേസമയം ഒരു ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്തു. സോ ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഇൻ ദ റേഷ്യോ 7:5. അതിൽ നിന്ന് 5 കുട്ടികളെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ദർ ഈസ് എ പ്രൊവിഷൻ. നമുക്ക് 5 ബോയ്സിനെ തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും, 5 ഗേൾസിനെ തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ മിൽക്ക് ആൻഡ് വാട്ടർ സൊല്യൂഷനിൽ നമുക്ക് അങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതാണ് ഇത്തരം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രധാന ട്രിക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക? നമ്മൾ ഇതിൽ നിന്നൊരു 9 ലിറ്റർ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ 9 ലിറ്ററിൻ്റെ അകത്തും ഈ പറഞ്ഞ എയുടെയും ബിയുടെയും അളവ് 7:5 എന്നുള്ള റേഷ്യോയിൽ തന്നെയുണ്ട്.
ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ 9 ലിറ്റർ എടുത്ത് മാറ്റുമ്പോൾ അവശേഷിച്ച സൊല്യൂഷനില്ലേ, അപ്പം നമ്മൾ ആ സൊല്യൂഷനിൽ നിന്ന് 9 ലിറ്റർ എടുത്ത് മാറ്റി, മിച്ചം വന്ന സൊല്യൂഷൻ്റെ അകത്തും എയും ബിയും എത്ര തന്നെ ഉണ്ടാകും? 7:5 എന്നുള്ള റേഷ്യോയിൽ തന്നെ ഉണ്ടാകും. ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്, പക്ഷെ റേഷ്യോ സെയിം ആണ്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ആ രീതിയിലാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്തോണം. അപ്പോൾ നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ സൊല്യൂഷൻ, അപ്പോൾ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യണം, ലെറ്റ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ സൊല്യൂഷൻ അപ്പം നമ്മുടെ സൊല്യൂഷൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എക്സ് ലിറ്റർ ആണെന്ന് കരുതിക്കൂ. എക്സ് ലിറ്റർ. അപ്പം ഈ എക്സ് ലിറ്ററിൽ നിന്ന് ഈ ആദ്യത്തെ 9 ലിറ്റർ എടുക്കത്തില്ലേ, അതിന് ശേഷം അവശേഷിച്ചതിലെ റേഷ്യോയാണ് നമ്മൾ ആദ്യം സങ്കല്പിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ എയുടെയും ബിയുടെയും അളവിനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാം. അപ്പം എക്സിൽ നിന്ന് 9 ലിറ്റർ എടുത്തതിന് ശേഷം ഉള്ള, അപ്പം അങ്ങനെ വിഷ്വലൈസ് ചെയ്തോണേ. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഒരു വെസലിൻ്റെ അകത്ത്, ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഈ സൊല്യൂഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 9 ലിറ്റർ എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ X-9 ലിറ്ററിൻ്റെ അകത്തും ഈ പറഞ്ഞ എയുടെയും ബിയുടെയും അളവ് 7:5 എന്നല്ലേ, 7:5. ഇനി ഇതിലേക്ക് എന്താ ചെയ്തേ, ഇതിലേക്ക് എന്ത് ചെയ്തു, ഇതിലേക്ക് 9 ലിറ്റർ ബി ഒഴിച്ചു. അപ്പം 9 ലിറ്റർ ബി അതിലേക്ക് ഒഴിച്ചതോട് കൂടിയിട്ട് 9 ലിറ്റർ ബി അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം ഈ 9 ലിറ്റർ ബി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പം 9 ലിറ്റർ ബി ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചത്. അതോടെ എക്സ് ലിറ്റർ ആയില്ലേ ഇത് സൊല്യൂഷൻ, അതോടെ എക്സ് ലിറ്റർ ആയി. പ്രത്യേകിച്ച് ഓർത്തോണം, X-9 ആയിരുന്നു, അതിലേക്ക് 9 ലിറ്റർ ബി ഒഴിച്ചു. അപ്പം അതോട് കൂടിയിട്ട് എക്സ് ലിറ്റർ ആയി. അപ്പം നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു പോയിന്റ്, ഈ പറഞ്ഞ ഇനിഷ്യലിലും ഈ X-9ലും പുതുതായിട്ട് ഉണ്ടായ എക്സ് ലിറ്ററിലും എയുടെ അളവ് തുല്യമല്ലേ, എയുടെ അളവ് തുല്യമല്ലേ, കാര്യം അതിലേക്ക് നമ്മൾ ബി എ ഒഴിച്ചിട്ടുള്ളൂ. ശ്രദ്ധിച്ചോ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ റേഷ്യോ വാല്യൂസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ഓൾട്രേഷൻ ഒന്നും വേണ്ട. ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇവരെ രണ്ടിനെയും തുല്യമാക്കണം. ഇവിടെ അത് വേണ്ടി വന്നില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു. അപ്പം നമുക്കിവിടെ ശ്രദ്ധിച്ചു, ഈ 5ൽ നിന്ന് 9ലേക്ക് എത്ര കൂടിയെന്ന് നോക്കി. ഈ 5ൽ നിന്ന് 9ലേക്ക് കൂടിയ 4 സൂചിപ്പിക്കുന്നത് ഈ 9 ലിറ്റർ ബി എ അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. ഈ 4 സൂചിപ്പിക്കുന്നത് 9 ലിറ്ററിനെയാണ്. എങ്കിൽ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിറ്റേഴ്സ് ഓഫ് എ കണ്ടെയ്ൻഡ് ബൈ ദ ക്യാൻ ഇനിഷ്യലി വാസ് എന്ന് പറഞ്ഞ് ഈ 7 എന്താന്ന് കണ്ടുപിടിച്ചാൽ മതിയോ? പോരാ. ഇവിടെ പ്രധാന പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഈ 7 അല്ല ഇനിഷ്യലി ഉള്ള എയെ സൂചിപ്പിക്കുന്നത്. കാരണം ഇത് ഇനിഷ്യലി ഉള്ള സൊല്യൂഷൻ അല്ല, അതിൽ നിന്ന് 9 ലിറ്റർ എടുത്തതിന് ശേഷം ഉള്ളതാണെന്നുള്ള കാര്യം ഓർത്തോണം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി എന്താണ് എളുപ്പവഴി? അപ്പോൾ ഈ 7 എടുത്താൽ മതിയോ? അതും പോരാ, അത് ഫൈനലി ഉള്ളതാണ്. ക്രെഡിറ്റ്. അപ്പോൾ ഇനി എന്താ നമുക്ക് വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ആകെ എക്സ് നമ്മൾ നോക്കുക. അപ്പോൾ ആകെ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഈ 9 7 കൂടെ കൂട്ടി 16 അല്ലേ. അപ്പോൾ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ 16 എത്ര സൂചിപ്പിക്കുന്നു എന്ന് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ തുടക്കത്തിൽ എത്രയായിരുന്നു ആകെ സൊല്യൂഷൻ്റെ അളവ്? ഇത് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് ഫൈനലിയും ആകെ സൊല്യൂഷൻ സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ കണക്ഷൻ കിട്ടി. This 4 is representing 9, then what this 16 represents? അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലായി 4ന്റെ 4 മടങ്ങാണ് 16. അപ്പോൾ ഇവിടെ 9ന്റെ 4 മടങ്ങ് എന്ന് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 36 ലിറ്റർ സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 36 ലിറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ് എക്സ് എന്ന് പറയുന്നത് 36 ലിറ്ററാണ്. ഇനി എന്താ മുന്നോട്ട് പോകണ്ടേ? അതിൽ എയുടെ അളവ് എന്താണെന്നല്ലേ. അപ്പം നമുക്കിവിടെ ഫൈനലി കണ്ടുപിടിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് എ ഇനിഷ്യലി, എയുടെ അളവ് ഇനിഷ്യലി. അപ്പം ഇനിഷ്യലി ഈ റേഷ്യോ 7:5 അല്ലേ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, 36 ലിറ്ററിൽ എയും ബിയും 7:5 എന്നുള്ള റേഷ്യോയിൽ ഉണ്ട് എങ്കിൽ എയുടെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ 7/,
7 5 കൂടെ കൂട്ടി 7 5 കൂടെ കൂട്ടുമ്പോൾ എന്ത് വന്നു 12 7/12 ഓഫ് 36 ഇങ്ങനെ എടുത്താൽ പോരെ 7/12 ഓഫ് 36. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി 21 ലിറ്റർ. മനസ്സിലായോ? ഇപ്പൊ 21 ലിറ്റർ നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു വേയിൽ നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പൊ പറഞ്ഞു പോയ പോയിന്റ്സ് ഒന്നും കൂടെ ശ്രദ്ധിച്ചോണം. ആദ്യമേ നമ്മൾ എന്തെടുക്കണം? മുഴുവൻ സൊല്യൂഷൻ എക്സ് ലിറ്റർ ആണെന്ന് കരുതി അതിൽ നിന്ന് 9 ലിറ്റർ എടുത്തതിന് ശേഷം അവശേഷിച്ചതിലെ എയുടെയും ബിയുടെയും റേഷ്യോ ആണ് ഇത് എന്ന് കരുതുക. 9 ലിറ്റർ ബി ഇതിലേക്ക് നിറച്ചു. അപ്പൊ എക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പൊ എക്സ് ലിറ്ററിൽ തന്നെയുള്ള പുതിയ റേഷ്യോ 7:9 ആണ്. ഈ ചോദ്യത്തിൽ ഈ റേഷ്യോ വാല്യൂസ് ഇവിടെ സെയിം ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു വർക്ക് അവിടെ കുറഞ്ഞു കിട്ടി. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ സെയിം ആക്കണം. അപ്പോൾ ഇവിടെ സെയിം ആയതുകൊണ്ട് ബിയിൽ സംഭവിച്ച മാറ്റത്തിനെ ശ്രദ്ധിച്ചു. അപ്പോൾ 5 9ആയി. 4 ആണ് കൂടിയിരിക്കുന്നത്. ആ 4 എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് അതിലേക്ക് ചേർത്ത ബിയുടെ അളവാണ്. അപ്പോൾ ബിയുടെ അളവ് 9 ലിറ്റർ ആണ്. ഇനി നമ്മൾ പോകുന്നത് ഈ രണ്ടാമത് തന്ന റേഷ്യോ അതല്ലേ എക്സിനെ സൂചിപ്പിക്കുന്നത് അത് 9 7 16 ചേരുന്നതാണ് എക്സിന്റെ പൂർണ്ണമായ അളവ് എന്നുള്ളതുകൊണ്ട് ആ 16 എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആക്ച്വലി അത് ഫൈനൽ ക്വാണ്ടിറ്റി ആണ് എങ്കിൽ പോലും ഒരേ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒഴിക്കുക ചെയ്തത്. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ സൊല്യൂഷന് മാറ്റമില്ല എന്നുള്ളത് കൊണ്ട് ഈ 16 സൂചിപ്പിക്കുന്ന 36 ലിറ്റർ തന്നെയാണ് തുടക്കത്തിലും ഉണ്ടായിരുന്നത് എന്ന് കരുതുന്നു. അതിൽ എയുടെ അളവിനെയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ. ഇനി ഇവിടെ ഒരു കുറുക്കു വഴിയും കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൊതുവേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാംസിന് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ചോദ്യം ക്വാണ്ടിറ്റി ഓഫ് എ ഇനിഷ്യലി അല്ലേ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചു, ഇവിടെ എയെ സൂചിപ്പിക്കുന്ന വാല്യൂ എ ഇനിഷ്യലി എന്ന് പറഞ്ഞു. ഇവിടെ ഇനിഷ്യലി എയെ സൂചിപ്പിക്കുന്ന വാല്യൂ 7 അല്ലേ. അപ്പോൾ ഒരു കുസൃതി അപ്രോച്ച്, ഒരു ട്രിക്കി അപ്രോച്ച് അവിടെ ഉള്ളത്. നമ്മുടെ ആൻസർ ഈ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാര്യം മനസ്സിലായോ? നമ്മുടെ ആൻസർ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ലുക്ക് അറ്റ് ദ ഓപ്ഷൻസ്. ഇതിനകത്ത് 7ന്റെ മൾട്ടിപ്പിൾ ഏതുണ്ട് നോക്കുക. അപ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ഫേവറബിൾ സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഈ രീതിയിൽ ക്യാച്ച് ചെയ്യാം. ഇനി ഇത്തരം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഒബ്സർവ് ചെയ്തോണം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അതിൻ്റെ എൻറ്റയർ കാൽക്കുലേഷൻ ഓപ്പറേഷൻസിലേക്ക് കടക്കാതെ തന്നെ ആൻസറിലേക്ക് വരാനായിട്ട് ഇങ്ങനെ ഒരു ഫേവറബിൾ സിറ്റുവേഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ ചോദ്യം നോക്കി, മറ്റൊരു സിറ്റുവേഷൻ വന്നു. സെയിം എ ആൻഡ് ബി തന്നെയാണ്, വാല്യൂസിൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെ. അപ്പോൾ ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ് എ വാസ് ഇനിഷ്യലി വാസ്. ഇപ്പം നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ ട്രിക്കി അപ്രോച്ച് ഇല്ലേ, അതിവിടെ പോസിബിൾ ആണോ എന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയ ട്രിക്കി അപ്രോച്ച് എന്താ നമ്മൾ പറഞ്ഞേ? എ ഇൻ ദ ഇനിഷ്യൽ ക്വാണ്ടിറ്റി, ഇനിഷ്യൽ സൊല്യൂഷനിലെ എയുടെ അളവിനെ കുറിച്ചാണ്. അപ്പൊ ഇനിഷ്യൽ സൊല്യൂഷനിലെ എയുടെ അളവിനെ സൂചിപ്പിച്ചത് 7 അല്ലേ. അത് വെറുതെ നോക്കുക, തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കുക. ഓപ്ഷൻസിൻ്റെ അകത്ത് 7ന്റെ മൾട്ടിപ്പിൾ ആരുണ്ടെന്ന് നോക്കി. 26 എന്തായാലും 7ന്റെ മൾട്ടിപ്പിൾ അല്ല. 165 സാധാരണ ഡിവിഷൻ കേട്ടോ. പോയിന്റ് ഒന്നും പ്രശ്നമല്ല, എല്ലാം കൂടെ ചേർത്തങ്ങ് ഡിവൈഡ് ചെയ്തു. 7 14, പിന്നെ പോയിട്ട് 2 മിച്ചുണ്ട് 25. ഇറ്റ്സ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 7. ഇവിടെ വന്ന 7 35, 1 മിച്ചുണ്ട് 17, 7 14, 3 മിച്ചുണ്ട് 35 പോസിബിൾ ആണ്. ഇതിനെയും കൂടെ ഉറപ്പിക്കണം, കാര്യം മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് അവിടെ വരാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് എത്രയും 7 21, 21 കഴിഞ്ഞാൽ പിന്നെ 5 മിച്ചുണ്ട് 57, 7 56, പിന്നെ 15 അല്ല. അപ്പോൾ ഓൺലി 1 ഓപ്ഷൻ കിട്ടി. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒറിജിനൽ വേർഷനിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ സൊല്യൂഷൻ 9 ആണെന്ന് കരുതിക്കോ, എക്സ് ആണെന്ന് കരുതിക്കോ. എക്സിൽ നിന്ന് ഇത്തവണയും നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്ന 9 ലിറ്റർ ആണ് കേട്ടോ. 9 ലിറ്റർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് അവശേഷിച്ച ആ വെസലിൽ എടുത്തതിന് ശേഷം 9 ലിറ്റർ എടുത്തതിന് ശേഷം ഉള്ള സൊല്യൂഷനിലെ എയുടെയും ബിയുടെയും റേഷ്യോ ആണ് നമ്മളോട് ഈ പറഞ്ഞിരിക്കുന്നത് 7:5 എന്ന്. 9 ലിറ്ററും കൂടെ തിരിച്ചു വെച്ചു. തിരിച്ചൊഴിച്ചത് ഏതാ? ബി ആണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ബി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ റേഷ്യോ 1:1 ആയി. ഇത്തവണത്തെ ഈ വാല്യൂസിനെ തുല്യമാക്കണം, എയുടെ അളവിനെ തുല്യമാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ഈ സെക്കൻഡ് റേഷ്യോയെ ഒരു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെക്കൻഡ് റേഷ്യോ ഒരു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് റേഷ്യോ അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പം അങ്ങനത്തെ രൂപമാറ്റം വന്ന റേഷ്യോ നമ്മളിവിടെ കൊണ്ടുവരികയാണ്.
ഇത് 7:5 എന്നും ഇത് 7:7 എന്നും കിട്ടി. അപ്പോൾ എയുടെയും ബിയുടെയും അളവുകളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബിയിൽ എന്താണ് മാറ്റം സംഭവിച്ചതെന്ന് നോക്കി. അപ്പോൾ ബിയിൽ നമുക്ക് മനസ്സിലായി ഒരു 2 കൂടി. ഈ 2 സൂചിപ്പിക്കുന്നത് എന്തിനെയായിരിക്കണം? ഈ 2 സൂചിപ്പിക്കുന്നതാണ് 9 ലിറ്ററിനെ. 2 9 ലിറ്ററിനെ സൂചിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ അളവ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇവ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന 14 ആണ്. അപ്പോൾ 14 എന്തിനെ സൂചിപ്പിച്ചു? അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിവിടെ കിട്ടി 2 × 7 ആണ് 40. 2 × 7 ആണ് 40. അപ്പോൾ ഇവിടെ 9 × 7 എന്ന് വന്നു. സോ ദാറ്റ് ഈസ് 63 ലിറ്റർ. അപ്പോൾ നമുക്ക് മനസ്സിലായി എക്സ് എന്ന് പറയുന്നത് 63 ലിറ്റർ ആണ്. അതായത് ഇനീഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് ദ ടോട്ടൽ സൊല്യൂഷൻ ഓർ ഫൈനൽ ക്വാണ്ടിറ്റി ഓഫ് ദ ടോട്ടൽ സൊല്യൂഷൻ ബോത്ത് ആർ സെയിം. അപ്പോൾ അത് 63 ലിറ്റർ ആണ്. Therefore the quantity of A ഇനിഷ്യലി, അപ്പോൾ തുടക്ക സമയത്ത് എയുടെ അളവിനെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം. ഇനിഷ്യലി അവിടുത്തെ റേഷ്യോ ഏതാണ്? 7:5 അല്ലേ? 7:5 ആണ്. അപ്പോൾ അതിൽ എയുടെ അളവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ 7/12 ഓഫ് 63. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഇതിനെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 21 ആണ്. ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4. ഇനി സാധാ മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരൂ. ഇവിടുത്തെ ന്യൂമറേറ്റർ നമുക്ക് നോക്കിയപ്പോൾ 147/4 എന്ന് വന്നു. സാധാ ഡിവിഷൻ 14ൻ്റെ അകത്ത് 4 3 തവണ 3 12. 27 എടുത്തു. 27ൻ്റെ അകത്ത് 6 4 24. പിന്നെ പോയിട്ട് മിച്ചം 3 ഉണ്ട്. 3/4 എന്ന് പറയുമ്പോൾ എത്രയാ? 0.75. അപ്പോൾ ഇത്രയും ലിറ്റർ ആണ് നമുക്കിവിടെ കിട്ടുക. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതാണ് ആ ഒരു വേർഷൻ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ പൊടിക്കൈ എളുപ്പ വഴിയെക്കുറിച്ചും കൂടെ നമ്മളവിടെ ഓർത്തോണം. ഡിവിസിബിലിറ്റി കോൺസെപ്റ്റ് ആയിരുന്നു നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. A and B are 2 alloys of gold and copper prepared by mixing metals in the ratio 7:2 and 7:11. അപ്പോൾ ഇവിടെ 2 അലോയ്സിനെ കുറിച്ച് പറയാം. 2 അലോയ്സ്. അപ്പോൾ ഈ 2 അലോയ്സ് 2 അലോയ്സ് ആണ്. അതിൽ ഗോൾഡും കോപ്പറും ചേരുന്ന റേഷ്യോ ആണ്. ആദ്യത്തെ അലോയിൽ 7:2 എന്നുള്ള റേഷ്യോയിലും രണ്ടാമത്തെ അലോയിൽ 7:11 എന്നുള്ള റേഷ്യോയിലും ഉണ്ട്. If equal quantities of the alloys are melted to form a new alloy, C എന്നുള്ള പുതിയൊരു അലോയ് നമ്മൾ ഉണ്ടാക്കുക, the ratio of gold and copper in C will be. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓർഡർ ഓഫ് ദ കമ്പോണൻറ്റ്. ഓർഡർ ഓഫ് ദ കമ്പോണൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചോദ്യത്തിൽ ഗോൾഡ് ആൻഡ് കോപ്പർ എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. അതുതന്നെയാണോ അവസാനവും കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പൊതുവെ റേഷ്യോ ടൈപ്പ് പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. കാര്യം നമ്മളെ ഒന്ന് കുഴപ്പത്തിലാക്കുവാനായിട്ട് ചില സന്ദർഭങ്ങളിൽ തിരിച്ചു ചോദിക്കും. കോപ്പർ ആൻഡ് ഗോൾഡ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഇവിടെ കണ്ട ഓപ്ഷൻസിൻ്റെ പ്രത്യേകത 7:5 അല്ലേ ആദ്യത്തെ ഓപ്ഷൻ. അവസാനത്തെ ഓപ്ഷൻ എന്താ? തിരിച്ചു വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസിന് പൊതുവെ കൺഫ്യൂഷൻ വരും. അടുത്ത 5:9 തിരിച്ചു വന്നിരിക്കുന്നത് 9:5. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രീക്വൻലി ടെസ്റ്റഡ് ട്രിക്സാണ്, ട്രാപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ്. പൊതുവെ എല്ലാ റേഷ്യോ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിലും തുടക്കത്തിൽ നമ്മുടെ ഡേറ്റ, ബേസിക് ഡേറ്റ ഏത് ഓർഡറിലാണോ പറഞ്ഞിരിക്കുന്നത് ആ ഓർഡറിൽ തന്നെയുള്ള കമ്പോണൻസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണോ ഫൈനലി ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോണം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ ഈ ചോദ്യത്തിൽ പറഞ്ഞ ഒരു മർമ്മപ്രധാനമായ പോയിന്റ് ഈക്വൽ ക്വാണ്ടിറ്റീസ് എടുക്കുന്നു എന്നുള്ള. 2 സൊല്യൂഷൻസിന് ഈക്വൽ ക്വാണ്ടിറ്റീസ് എടുക്കുന്നു. അപ്പോൾ ആ ഈക്വൽ എന്നുള്ള പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മൾ പറഞ്ഞു എല്ലാ കേസസിലും ഇത്തരം കേസുകളിലൊക്കെ നോൺ വേരിയിങ് കമ്പോണൻറ്റിനെ വേണം പരിഗണിക്കാൻ. അപ്പോൾ ഇവിടെ നോൺ വേരിയിങ് കമ്പോണൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈക്വൽ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഈക്വൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ 2 സൊല്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ എ എന്നുള്ള അലോയ്, ബി എന്നുള്ള അലോയ്. അപ്പോൾ എ എന്നുള്ള അലോയ്ക്കകത്ത് ഈ പറയുന്ന ഗോൾഡും കോപ്പറും 7:2 എന്നും അടുത്തത് 7:11 എന്നും വന്നു. അപ്പോൾ നമുക്ക് നോക്കൂ, എന്തെങ്കിലും മാറ്റം ഇവിടെ നമുക്ക് വരുത്തണം. അവിടെയാണ് നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റി എന്നുള്ള ഡേറ്റ എടുക്കേണ്ടത്. ഈക്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എ എത്ര ഗ്രാം ആണോ എടുത്തത് അത്രയും തന്നെ ബി എടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയേ, വെറുതെ നമ്മൾ സങ്കല്പിക്കുകയാണ്
എ എന്ന് പറയുന്ന 7 2 9 ഗ്രാം ആണെന്ന് കരുതിക്കോ. എ എന്ന് പറയുന്നത് 9 ഗ്രാം ആണ് എന്ന് കരുതുക. ബി എന്ന് പറയുന്ന 7 11 കൊണ്ട് 18 ഗ്രാം ആണെന്ന് കരുതുക. അപ്പോൾ തന്നെ ഒരു ഇംബാലൻസ് ഇല്ലേ? ഇത് 9 ഉള്ളത് 18 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 9നെയും കൂടെ 18 ആക്കാം. അവിടെയാണ് ഓൾട്രേഷൻ റേഷ്യോ ഉപയോഗിക്കുക. അതിനെന്ത് ചെയ്താൽ മതി? ഈ 9നെ ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ മതി. കണ്ടോ? 9നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താ? ഈ റേഷ്യോ അപ്പാടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെടുക. അപ്പം അങ്ങനെ മാറ്റം വന്ന പുതിയ റേഷ്യോയെ നമ്മൾ ഇനി എഴുതാൻ പോവാണ്. പുതിയ റേഷ്യോ 2 കൊണ്ട് 7നെ ഗുണിച്ചു 14, 2 കൊണ്ട് 2നെ ഗുണിച്ചു 4. ഇതാണ് ഗോൾഡും കോപ്പറും ആയിട്ടുള്ള റേഷ്യോ. അടുത്ത രണ്ടാമത്തെ റേഷ്യോ അങ്ങനെ തന്നെ ഇട്ടു. ഇത് 7 ഇത് 11. മനസ്സിലായല്ലോ? ഈ രീതിയിൽ നമ്മൾ കൊടുത്തു. ഇനി എന്ത് നമുക്ക് ചെയ്യാം? ഇപ്പം ഇങ്ങനൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായി. നമ്മൾ കരുതിക്കോളൂ, നമ്മൾ ഇവയെ മിക്സ് ചെയ്യുമ്പോൾ 14 ഗ്രാം ഗോൾഡും 7 ഗ്രാം ഗോൾഡും ഉണ്ട് എയിലും ബിയിലുമായി. അപ്പോൾ ഈ 14 7 കൂടെ കൂട്ടിക്കോ. 14 7 കൂടെ കൂട്ടി 21. ഇനി നമുക്ക് കൂട്ടാം ഇങ്ങനെ മാറ്റിയതിന് ശേഷം കേട്ടോ. ഇവിടെ 4 ഗ്രാം ഉണ്ട് 11 ഗ്രാം ഉണ്ട് കോപ്പറിന്റെ അളവ്. അത് തമ്മിൽ കൂട്ടിക്കോ 15 എന്ന് വന്നു. അപ്പൊ സിയിലെ ഗോൾഡിന്റെയും കോപ്പറിന്റെയും അളവല്ലേ ഇത്? സി എന്ന് പറയുന്ന എയും ബിയും കൂടെ ജോയിൻ ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന പുതിയ അലോയെ കുറിച്ചാണ് പറഞ്ഞേ. അപ്പൊ ഇതിനെ നമുക്കൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇത് 2 3 കൊണ്ട് ഡിവിസിബിളാ. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എത്രയെന്ന് കിട്ടിക്കോളും? 7:5 എന്ന് കിട്ടും. അപ്പോൾ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചോണം. ഇതേ സാഹചര്യത്തിൽ ഏറ്റവും അവസാനം കോപ്പർ ടു ഗോൾഡ് ആയിരുന്നു ചോദിച്ചിരുന്നതെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്തുവരും? 5:7. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഡർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഹിയർ. അപ്പോൾ എത്തരത്തിലാണ് ഓൾട്രേഷൻ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിച്ചോണം. 2 vessels A and B contains milk and water mixed in the ratio 4:3, 2:3. The ratio in which these mixture be mixed to form a new mixture containing half milk, half water is. ഇപ്പോൾ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിച്ചോണം എന്താണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കിന് നമ്മൾ പിന്നീട് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കും. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ അലിഗേഷൻ്റെ ആപ്ലിക്കേഷനിലൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വളരെ ബേസിക് ആയിട്ട് റേഷ്യോ വെച്ച് തന്നെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ള മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രാക്ടിക്കലി നമ്മൾ ഇതിനെ ഒന്ന് അപ്രോച്ച് ചെയ്താൽ മതി. 2 വെസൽസ് എയും ബിയുമാണ്. അവയിൽ മിൽക്കും വാട്ടറും മിക്സ് ചെയ്തതിനെ കുറിച്ച് പറയാം. അപ്പോൾ മിൽക്ക് ആൻഡ് വാട്ടർ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ക്ലോസ് ഒബ്സർവേഷൻ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ കൊടുത്തോണം. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൊല്യൂഷനിൽ മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 4:3. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓർഡർ ഓഫ് ദ കമ്പണൻറ്റ് മിൽക്ക് ആൻഡ് വാട്ടർ. ഫൈനലി വരെയും മിൽക്ക് ആൻഡ് വാട്ടർ തന്നെയാണ് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. ഇവിടെ പിന്നെ ഫൈനലി ഒരു സമാധാനമുണ്ട്. ഹാഫ് മിൽക്ക് ഹാഫ് വാട്ടറാ. മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും അളവ് തുല്യമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി ഇവിടെ ബിയെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്തു. ഇപ്പോൾ ബിക്കകത്ത് ഈ മിൽക്ക് ആൻഡ് വാട്ടറിൻ്റെ റേഷ്യോ എന്ത് വന്നു? 2:3 ആണ്. നമുക്ക് ഫൈനലി വേണ്ടത് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ വേണ്ടത് ഹാഫ് മിൽക്കും ഹാഫ് വാട്ടറും. ഹാഫ് മിൽക്കും ഹാഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുക? ഈ ഫൈനൽ സൊല്യൂഷനിൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ അളവ് തുല്യമായിരിക്കണം. മിൽക്ക് എത്രയുണ്ടോ അത്ര തന്നെ വാട്ടർ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഈ സെറ്റ് ഓഫ് വാല്യൂസിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ഓഫ് വാല്യൂസിനെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 4 2 കൂടെ കൂട്ടിയാൽ 6 അല്ലേ? ഈ 4 2 കൂടെ കൂട്ടി 6 അല്ലേ? ഈ 3 3 കൂടെ കൂട്ടി 6 അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി ഇവിടെ വേറെ വലിയ സർക്കസിനൊന്നും നിൽക്കേണ്ട. ഇപ്പൊ തന്നെ ഹാഫ് മിൽക്ക് ഹാഫ് വാട്ടർ എന്നുള്ള കാര്യം സാറ്റിസ്ഫൈ ചെയ്തോ? അതായത് ഇപ്പോൾ ഉള്ളതുപോലെ അങ്ങ് ചിന്തിച്ചാൽ മതിയെന്ന്. എ എന്നുള്ളതിൻ്റെ അകത്ത് 4 ലിറ്റർ മിൽക്കും 3 ലിറ്റർ വാട്ടറുമാണെന്നും കരുതിക്കോ. ബി എന്നുള്ള സൊല്യൂഷൻ്റെ അകത്ത് 2 ലിറ്റർ മിൽക്കും 3 ലിറ്റർ വാട്ടറുമാണെന്ന് കരുതിക്കോ. അതങ്ങ് ചേർത്താൽ മതി, വേറെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട. അപ്പൊ എ ആകെ എത്ര ലിറ്റർ ഉണ്ട്? എ ആകെ 7 ലിറ്റർ ഉണ്ട് അല്ലേ? ബി ആകെ എത്ര ലിറ്റർ ഉണ്ട്? ബി എന്ന് പറയുന്നത് 5 ലിറ്റർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി 7 ലിറ്റർ എയും 5 ലിറ്റർ ബിയും കൂടെ ചേർത്താൽ പോരെ? 7 ലിറ്റർ എയും 5 ലിറ്റർ ബിയും കൂടെ ചേർത്താൽ ഈ കാര്യം നടക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. എ എത്ര ചേർക്കണം, ബി എത്ര ചേർക്കണം? എ 7 ലിറ്റർ ചേർത്താൽ ബി 5 ലിറ്റർ ചേർത്താൽ മതി, കാര്യം കഴിഞ്ഞു. സോ ദ ആൻസർ ഈസ് 7:5 എന്ന് കിട്ടും. The ratio in which these mixtures be mixed, എ എന്ന മിക്സ്ചറും
ബി എന്ന മിക്സ്ചറും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം എന്നാ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തോണം. അപ്പം ഇത്തരത്തിൽ ഇത് മാച്ച് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. ഇല്ലെങ്കിലാണ് അത്തരം സിറ്റുവേഷൻസ് നമ്മൾ അലിഗേഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അടുത്ത മറ്റൊരു പ്രധാന ഏരിയ ആണ് കേട്ടോ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും, SSC പ്രത്യേകിച്ച് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റേഷ്യോസ്. എന്താ സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ടൈപ്പ് 1. അവിടെ 3 പ്രധാന ടൈപ്പുകളുള്ളത്. അല്ലെ ടൈപ്പ് 1 ഈ മോഡലിൽ വരും. 2a = 3b ആണെങ്കിൽ a:b എന്തായിരിക്കും? If 2a = 3b then find a:b. ഈ 2 എക്സ്പ്രഷൻസ് ആയതുകൊണ്ടേ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ എപ്പോഴും. എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചേ. 2a = 3b. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം 2a, സോ ദാറ്റ് ഈസ് 3b. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എയുടെ താഴേക്ക് ഈ ബി എ ഇങ്ങനെ വലിച്ചിട്ടു. അപ്പോൾ റൈറ്റ് സൈഡിൽ 3 ഉണ്ട്. 3-ന് താഴേക്ക് ഈ 2-നെ എടുത്തു. അപ്പോൾ a/b എന്ന് പറയുന്നത് എന്ത് വന്നോളും? 3/2 എന്ന് വന്നോളും. അഥവാ നമുക്കവിടെ കിട്ടി a:b എന്ന് പറഞ്ഞ എന്താ? 3:2. അപ്പോൾ എല്ലാ കേസസിലും ഏത് ടൈപ്പാണെന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ 2 വേരിയബിൾസിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ കാര്യം എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല 3 വേരിയബിൾ വന്നു. അപ്പോൾ എന്താ ഇപ്പോൾ പരിഹാരം? ഇതാണ് നമുക്ക് നോക്കേണ്ടത്. 2a = 3b = 5c. ഫൈൻഡ് a:b c. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അപ്പോൾ ഈ 2a = 3b = 5c ഫൈൻഡ് a:b c 2 വിധത്തിലുള്ള മാർഗങ്ങളിൽ 2 വിധവും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തത് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ 2a 3b 5c ഇങ്ങനെ വന്നു. അപ്പോൾ a:b:c എന്താണ് എന്ന് കണ്ടുപിടിക്കുവാൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാവുന്നൊരു ട്രിക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ എയുടെ കോളം അങ്ങ് ഹൈഡ് ചെയ്യാം. എയുടെ കോളം അങ്ങ് ഹൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ബാക്കി 2 വാല്യൂസ് ഇല്ലേ? ബിയുടെ കോഎഫിഷ്യൻ്റായ 3ഉം സിയുടെ കോഎഫിഷ്യൻ്റായ 5ഉം അവരെ തമ്മിലങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവരെ തമ്മിലങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ അവരെ തമ്മിലങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വന്നു? 3 × 5. ഇതാണ് എയെ സൂചിപ്പിക്കുന്ന റേഷ്യോ വാല്യൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിന് ബി എ കൺസിഡർ ചെയ്യണം. ഇപ്പം ബി എ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ? ബിയുടെ കോളം അങ്ങ് ഹൈഡ് ചെയ്തു. ബാക്കി 2 പേരെ നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവരെ 2 പേരെ നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അവരെ 2 പേരെയും എന്ന് പറയുമ്പോൾ 2 × 5 എന്ന് എടുത്തോണം. 2 × 5 = അപ്പം ലാസ്റ്റ് നമ്മൾ അടുത്തയാളെ വന്നു. അടുത്ത ആരാ? സിയെ കണ്ടുപിടിക്കണം. അപ്പോൾ സിയുടെ കോളം ഒന്ന് ഹൈഡ് ചെയ്തു. സിയുടെ കോളം ഒന്ന് ഹൈഡ് ചെയ്തപ്പം ബാക്കി 2 പേരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ബാക്കി 2 പേരെന്ന് പറയുമ്പോൾ 2ഉം 3ഉം എയുടെയും ബിയുടെയും കോഎഫിഷ്യൻസ് ആയിരുന്നു. അവരെ നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 × 3 ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഈ കിട്ടിയ വാല്യൂസ് എടുത്തെഴുതിയാൽ മതി, നമ്മുടെ ആൻസറായി. എളുപ്പമല്ലേ കാര്യം? അപ്പോൾ ഇങ്ങനെ വാല്യൂസ് വരുന്ന സമയത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച് നമുക്കവിടെ കൊടുക്കാം. ഇത് 15 എന്നെടുത്തു, 10 എന്നെടുത്തു, 6 എന്നെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ചില സാഹചര്യങ്ങളിൽ ഇവരിൽ 3-ലും കൂടെ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ വരാം. ഇവിടെ ഇല്ല. അങ്ങനെ വന്നാൽ അതിനെ വീണ്ടും ഒന്നുകൂടി ഡിവൈഡ് ചെയ്താൽ മതി. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ മെത്തേഡ്, ഹൈഡിങ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ അത് പ്രോസസ്സ് ചെയ്യാം. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്രോച്ചിങ് സ്റ്റൈലും കൂടെ മനസ്സിലാക്കി വെച്ചോണേ. ഇത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യമേ ഈ തന്നിരിക്കുന്ന കോഎഫിഷ്യൻസിൻ്റെ ഒക്കെ 2, 3, 5 ഇവരുടെയൊക്കെ LCM എന്താണ് എന്ന് ചിന്തിക്കുന്നു. മറ്റൊരു അപ്രോച്ചിങ് സ്റ്റൈലാണ്. രണ്ടും നമ്മൾ മനസ്സിലാക്കി വെച്ചോണം. 2, 3, 5 ഇവയുടെയൊക്കെ LCM എത്രയാണെന്ന് നോക്കി നമുക്ക് മനസ്സിലായി ഇവരൊന്നും തമ്മിൽ ഒരു ബന്ധമില്ല. എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്, അല്ലെ? അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഗുണിച്ചാൽ മതി. 30 എന്നെടുത്തു. അപ്പോൾ ഇനി നമ്മൾ എന്തെടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ തന്ന എക്സ്പ്രഷൻസ് 2a, 3b ആൻഡ് 5c ഇവരെല്ലാം കൂടെ ഈ 30നോടങ്ങ് ഇക്വേറ്റ് ചെയ്യുന്നു. ആ 30 ആണെന്ന് കരുതുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഒരു വേരിയബിൾ കൊടുക്കണം എന്നൊക്കെയാണ് നിയമം കേട്ടോ. 30k എന്ന് അസ്യൂം ചെയ്തണം, വെറുതെ 30യോട് ഇക്വേറ്റ് ചെയ്തതെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ തന്നെ മതി. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോണം. 2a എന്ന് പറയുന്നത് ഇത്തരത്തിൽ 30 ആണെങ്കിൽ എ എന്ത് വന്നോളും? 2a 30 ആണെങ്കിൽ a 15, അല്ലേ? 2a 30 ആണെങ്കിൽ a 15. 3bയെ നമ്മൾ ഈ 30യോട് ഇക്വേറ്റ് ചെയ്തു. 3b 30 ആണെങ്കിൽ ബി എന്ത് വരും എന്നാണ് ഈ നോക്കുന്നത്. ഇപ്പം 3b എന്നുള്ള 30 ആണെങ്കിൽ b എന്ന് പറയുന്നത് 10 എന്ന് വന്നു. അടുത്തയാളെ നോക്കി 5c വന്നു. 5c എന്നുള്ളത് 30 ആണെങ്കിൽ c എന്നുള്ളത് എത്രയെന്ന് വന്നോളും?
6 എന്നും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി ദെൻ വാട്ട് ഈസ് എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് ചോദിച്ചാൽ 15 ഈസ് ടു. അപ്പോൾ ഇത് ഇവിടെ ചിന്തിച്ചാൽ മതി. 2A 30 ആണെങ്കിൽ എ എന്ന് പറയും 15 ആണ്, 3B 30 ആണെങ്കിൽ ബി എന്ന് പറയുമ്പോൾ 10 ആണ്, 5C 30 ആണെങ്കിൽ സി എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പോൾ രണ്ട് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് LCM മെത്തേഡ്, മറ്റൊന്ന് ഹൈഡിങ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഇതിനെ മനസ്സിലാക്കി വെച്ചോണം. ഇതാണ് ടൈപ്പ് 1 റേഷ്യോ. ഇപ്പം ടൈപ്പ് 1 റേഷ്യോയുടെ പ്രത്യേകത എന്തായിരുന്നു? അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ന്യൂമറേറ്ററിലായിരുന്നു കേട്ടോ. ഇപ്പം ടൈപ്പ് 2 വന്നപ്പോൾ നമുക്ക് ഒറ്റ നോട്ടം തന്നെ മനസ്സിലാക്കി എന്താണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ എല്ലാ കോഎഫിഷ്യൻസും കണ്ടോ 1/5 1/7 താഴെയുള്ളൂ. ഇതിന് എയും ബിയും ഒക്കെ ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിലാണ് ഈ പറഞ്ഞ കോഎഫിഷ്യൻസ് കിടക്കുന്നതെന്ന് കരുതിക്കൂ. അപ്പം ഇങ്ങനെ വന്നാൽ ഇവിടെയും നമുക്ക് മനസ്സിലായി കേവലം 2 ടേംസേ ഉള്ളൂ എങ്കിൽ കാര്യം എളുപ്പമാണ്. ഇവരെ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലായി A/B അത് 5/7 ആണെന്ന് കിട്ടിയില്ലേ. ഇവരെ തമ്മിൽ അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ A/B എന്ന് പറയുന്നത് ബിയെയും 5നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി എന്തായിരിക്കും A/B എന്ന് ചോദിച്ചാൽ അത് 5:7 എന്ന് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ 2 പേരുടെ കേസ് വന്നു കഴിഞ്ഞാൽ. ഇനിയപ്പോൾ 2ൽ കൂടുതൽ വന്നാലും ഇത്തരം സാഹചര്യത്തിൽ അപ്പം നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. x/y 5 y/7 ഈക്വൽ ടു z/8. അപ്പോൾ ഇതെല്ലാം ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റേഷ്യോയുടെ ഒക്കെ ഒരു ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കണം. ഒരു ഇക്വേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. അതാണ് മെയിൻ ഉദ്ദേശം കേട്ടോ. ഒരു ഇക്വേഷനിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അതിലെ വേരിയബിൾസിനെ അതിൻ്റെ റേഷ്യോ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം സിറ്റുവേഷൻസിൽ വരുമ്പോഴൊക്കെ x/5 y/7 ഈക്വൽ ടു z/8 ഇതിനെ 1നോട് നമ്മൾ അങ്ങ് ഇക്വേറ്റ് ചെയ്യും. വെറുതെ 1നോട് ഇക്വേറ്റ് ചെയ്യുക. 1 എന്നുള്ളത് വെറുതെ അല്ല. ആക്ച്വലി അവിടെ നമ്മൾ പ്രീവിയസ് കേസിൽ ഒരു LCMനെ കുറിച്ച് പഠിച്ചില്ലേ. ഇവിടെ ഈ 1 യഥാർത്ഥത്തിൽ LCM ഓഫ് ദ കോഎഫിഷ്യൻസാണ്. തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ കോഎഫിഷ്യൻസ് കേവലം 5ഉം 7ഉം 8ഉം അല്ല. ഇവിടെ 1/5ഉം 1/7ഉം 1/8ഉമാണ്. അപ്പോൾ ഇപ്പം തൽക്കാലം നമ്മൾ അതിൻ്റെ അങ്ങനെ ആഴത്തിലേക്ക് പോകണ്ട. തൽക്കാലം ഇവിടെ 1നോട് ഇക്വേറ്റ് ചെയ്യും എന്നും കരുതിക്കൂ. 1നോട് ഇക്വേറ്റ് ചെയ്താൽ എന്തപ്പോൾ സംഭവിക്കുക? അപ്പോൾ നമുക്ക് മനസ്സിലായി x/y/z ഇനി വരാൻ എളുപ്പമല്ലേ. ആലോചിച്ച് നോക്കൂ. x/5 1 ആണെങ്കിൽ x എന്താ? x/5 അത് 1 അപ്പോൾ x എന്ന് പറഞ്ഞാൽ 5 തന്നെയല്ലേ. y/7 1 ആണ്. അപ്പോൾ y എന്താ? 7 അല്ലേ. z/8 1 ആണ്. അപ്പോൾ z എന്താ? 8 തന്നെയല്ലേ. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ വേറെ വലിയ പരിപാടിയൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ ഡിനോമിനേറ്റേഴ്സ് അങ്ങ് എടുത്തെഴുതിയാൽ പോരെ. ടൈപ്പ് 2ൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ഡിനോമിനേറ്റേഴ്സ് നേരിട്ട് അങ്ങ് എടുത്തെഴുതിയാൽ മതി. എന്നാൽ ന്യൂമറേറ്റേഴ്സ് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഹൈഡ് ചെയ്തു, മറ്റേ 2 മൾട്ടിപ്ലൈ നടുക്കത്തെ ഹൈഡ് ചെയ്തു, അടുത്ത 2 മൾട്ടിപ്ലൈ ചെയ്തു, ആൻഡ് സോ ഓൺ. ഈ പ്രോസസ്സിൽ പൊക്കോണം. പക്ഷേ ഈ ടൈപ്പ് 2ൽ വരുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ഒന്നും വേണ്ട. ഇതെന്തുകൊണ്ട് അതിലേക്ക് വന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ആ ഒരു സ്റ്റെപ്പിനെ ഉപയോഗിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇനി ടൈപ്പ് 3യെ പരിചയപ്പെടാം. അപ്പോൾ ടൈപ്പ് 3 വന്നപ്പോൾ ന്യൂമറേറ്ററിലും വാല്യൂ ഉണ്ട്, ഡിനോമിനേറ്ററിലും വാല്യൂ ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അപ്പോഴും മനസ്സിലായി 2 പേരാകുമ്പോഴത്തേന് പ്രശ്നമൊന്നുമില്ല അല്ലേ. ഇപ്പോൾ 2 പേരാകുമ്പോഴത്തേന് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഇവിടെ 3a/4 ഇത് 2b/5. എന്താ ചെയ്യണ്ടേ? ഈ ബിയെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടും. അപ്പോൾ a/b. ഇവിടെ ഓൾറെഡി വലതുവശത്ത് ഒരു 2/5 ഉണ്ട്. ഇൻറ്റു എന്താ ചെയ്യുക? ഇതിൻ്റെ റെസിപ്രോക്കൽ അപ്പുറത്ത് എഴുതിയാൽ പോരെ. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 4/3 എന്ന് കിട്ടി. 4/3. അപ്പോൾ 3/4 ആയിരുന്നു. റൈറ്റ് സൈഡിൽ പോയപ്പോൾ അത് 4/3 ആയി. അപ്പോൾ കാര്യം എളുപ്പമായി. ഇത് 8/15 എന്ന് കിട്ടിയില്ലേ. 8/15. അപ്പോൾ നമുക്ക് A/B എളുപ്പത്തിൽ കിട്ടി. A/B എന്ന് പറയുന്നത് 8/15 എന്ന് കിട്ടി. A/B, so that is 8/15. ഇത്രയേ ഉള്ളൂ. 2 പേരുടെ കേസ് ഒന്ന്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇവിടെ 2ൽ കൂടുതൽ വന്നാൽ അപ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങനെ വന്നു 2a/3 3b/4 4b/5 എന്ത് ചെയ്യണം? A/B/C കിട്ടാൻ എന്താണ് വഴി? അപ്പോൾ കാര്യം എത്രയേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 2a/3 3b/4
ഈക്വൽ ടു 4c. ഇത് 4c എന്ന് എടുത്തോണേ. 4c/5. ഇതിനെ നമ്മൾ 1നോട് അങ്ങ് ഇക്വേറ്റ് ചെയ്യുന്നു എന്ന് കരുതിക്കോ. ഏതാ? ടൈപ്പ് 2വിൻ്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്തൊരു ട്രിക്കിനെ ഇവിടെ കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് മനസ്സിലായി A:B:C എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കൽസ് എടുത്ത് എഴുതിയാൽ പോരെ. 2/3യുടെ റെസിപ്രോക്കൽ എന്ത് വന്നു? 3/2. 3/4ൻ്റെ റെസിപ്രോക്കൽ എന്ത് വന്നു? 4/3. 4/5ൻ്റെ റെസിപ്രോക്കൽ എന്താ? 5/4. ഇത്രയും കാര്യങ്ങൾ വന്നു. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഇതാണ് റേഷ്യോ. ബട്ട് ഇതിനെ ഒരു ഭംഗിയിലാക്കണം, അല്ലേ? ഒരു ഫെയർ ഫോമിലേക്ക് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ ഫോമിലേക്ക്, ഇൻറ്റീജർ ഫോമിലേക്ക് നമുക്ക് ഇതിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇതിനെയൊക്കെ ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ LCM, ഡിനോമിനേറ്റർ 2, 3, 4 ആണ് കേട്ടോ. അതിൻ്റെ LCMനെ കുറിച്ച് ചിന്തിച്ച് എന്തായിരിക്കും? LCM ഓഫ് 2, 3, 4 എന്തായിരിക്കും? ഇവയുടെ LCM 2, 3, 4. അപ്പോൾ അതിൻ്റെ LCM എന്ന് പറയുമ്പോൾ 12 ആണ്. 12. അപ്പോൾ ഇവരെയൊക്കെ ഈ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചു. 12 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 3/2 × 12. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇവിടെ കാണിക്കാം. 3/2 × 12. ഇതിങ്ങനെ കട്ടായി 6 ആയില്ലേ? അപ്പോൾ നമുക്കിവിടെ കിട്ടി ദിസ് ഈസ് ഈക്വൽ ടു 18. അപ്പോൾ ഈ ആദ്യത്തെ വാല്യൂവിനെ കിട്ടി 18:2. അടുത്ത ഇനി ബൈ മൈൻഡ് കൊണ്ടുവന്നാൽ മതിയേ. ഞാൻ ഈ എല്ലാത്തിനും അവിടെ എഴുതി കാണിക്കുന്നില്ല. 4/3 × 12. അപ്പോൾ 3ഉം 12ഉം കൂടെ കട്ടായി 4 എന്ന് വന്നു. 4 × 4 16. അടുത്ത 5/4 × 12. അപ്പോൾ 12/4 3 ആണ്. 5 × 3 15. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 18:16:15. അപ്പോൾ ഈ ടൈപ്പ് 3യിൽ നമ്മൾ ശ്രദ്ധിച്ചോണം. എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ കോഎഫിഷ്യൻസിൻ്റെ ഒക്കെ റെസിപ്രോക്കൽസ് എടുത്ത് റേഷ്യോ ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ 3 ടൈപ്പുകളെ മനസ്സിലാക്കിയില്ലേ? ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 ഏതായിരുന്നു? ന്യൂമറേറ്ററിൽ മാത്രം. ടൈപ്പ് 2 ഏതായിരുന്നു? ഡിനോമിനേറ്ററിൽ മാത്രം. ടൈപ്പ് 3 ഏതാണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇവിടെ. അപ്പോൾ ആ 3 സ്ഥലത്തും ചെയ്ത ഓപ്പറേഷൻസ് നമ്മളിവിടെ ശ്രദ്ധിച്ചോണം. അടുത്ത ഒരാളെ മനസ്സിലാക്കേണ്ടതാണ് കോമ്പൗണ്ടഡ് റേഷ്യോ. വളരെ സിമ്പിളാണ്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നേരിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എന്താണ് കോമ്പൗണ്ടഡ് റേഷ്യോ എന്നുള്ളതിനെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് വെച്ചാൽ 2 റേഷ്യോ, 2 അതിലധികം റേഷ്യോ കമ്പൈൻ ചെയ്യുകയാണ്, കോമ്പൗണ്ട് ആക്കുക. അപ്പോൾ ഇവിടെ എന്താണ് 2 റേഷ്യോയുടെ കോമ്പൗണ്ടഡ് വേർഷൻ എന്നുള്ളത് മനസ്സിലാക്കിക്കോണം. ദ കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ് A:B ആൻഡ് C:D. ഇപ്പോൾ 2 റേഷ്യോയെ കുറിച്ച് പറയാണ്. A:B ആൻഡ് C:D. അങ്ങനെ ചെയ്യുമ്പോൾ ഈ എയും സിയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. എയും സിയും. അപ്പോൾ എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു AC എന്നുള്ള ഫസ്റ്റ് വാല്യൂ കിട്ടി. ബിയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു BD എന്നുള്ള സെക്കൻഡ് വാല്യൂവും കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതാണ് കോമ്പൗണ്ടഡ് റേഷ്യോ. അപ്പോൾ റേഷ്യോ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു റേഷ്യോയിലെ ആദ്യ വാല്യൂവിനെ നമ്മൾ എന്ത് വിളിക്കുമെന്നാണ് പറഞ്ഞേ? ആൻറ്റിസിഡൻറ്റ്. രണ്ടാമത്തെ വാല്യൂവിനെ വിളിക്കുന്നത് കോൺസിക്വൻറ്റ്. അപ്പോൾ ഇങ്ങനെ 2 ടേംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ്. അതിലെ ആദ്യത്തെ വാല്യൂ പ്രോഡക്റ്റ് ഓഫ് ആൻറ്റിസിഡൻസ് ആയിരിക്കും. എത്ര റേഷ്യോ വേണമെങ്കിലും ഇങ്ങനെ കോമ്പൗണ്ട് ആക്കിക്കോ. അതിലെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ആൻറ്റിസിഡൻസ് ആയിരിക്കും. സെക്കൻഡ് വാല്യൂസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തു, അതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് കോൺസിക്വൻസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്താൽ മതി. ഇതാണ് കോമ്പൗണ്ട് റേഷ്യോ. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളിനെ നോക്കാം. നോക്കിക്കോളൂ. ഇവിടെ ദ കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ് 3:4 ആൻഡ് 5:6. അപ്പോൾ 3:4 ആൻഡ് 5:6. അപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ടഡ് റേഷ്യോ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ 3 × 5 ചെയ്തോണം. ഇത്തവണ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. 4 × 6 ചെയ്തോണം. ഇതാണ് സംഭവം. ഇതാണ് കോമ്പൗണ്ടഡ് റേഷ്യോ. അപ്പോൾ 3 × 5 എന്ന് പറയുമ്പോൾ 15 വന്നു. 4 × 6 എന്ന് പറയുമ്പോൾ 24 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഇവയെ നോക്കിയപ്പോൾ ഈ 15നെ 24നെ നമുക്കിവിടെ കട്ട് ചെയ്തോ 3 കൊണ്ട്. ഇപ്പോൾ 3 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ ഇത് എത്രയെന്ന് വന്നു? 3 15 3 24. സോ 5:8 എന്ന് കിട്ടിക്കോളും. ഇതാണ് കോമ്പൗണ്ടഡ് റേഷ്യോ എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി 3 റേഷ്യോ വാല്യൂസ് ഒന്ന് കരുതുക. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കോമ്പൗണ്ടഡ് റേഷ്യോ? A:B, C:D, E:F. അപ്പോൾ ഞാൻ പറഞ്ഞു കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ മെർജ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് ആൻറ്റിസിഡൻസ് എന്ന് പറഞ്ഞാൽ A, C, E. 3ലെ ആദ്യത്തെ ലെറ്റേഴ്സ് കണ്ടോ? A, C, E മൾട്ടിപ്ലൈ ചെയ്തു. ഈസ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ B, D, F. 3ലെ രണ്ടാമത്തെ ലെറ്റേഴ്സ്. ഇത്രയും വേണ്ടു.
അപ്പോൾ ഈ പറഞ്ഞ 3 റേഷ്യോയുടെ കോമ്പൗണ്ടഡ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പം ഇവിടെ നോക്കിക്കോളൂ 1:2:3. അപ്പോൾ ആദ്യത്തെ റേഷ്യോ വന്നു 1:2, രണ്ടാമത്തെ റേഷ്യോ 1:2:3 ആൻഡ് 2:3:4 ആണ് കേട്ടോ. 1:2:3. അടുത്ത വന്നിരിക്കുന്നത് എന്താ 2:3:4 എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെ കോമ്പൗണ്ടഡ് റേഷ്യോ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 3 ടേംസിൻ്റെ കേസാണ് പറഞ്ഞു. 2 തരത്തിൽ നമുക്ക് എക്സാമ്പിൾസിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് 3 വാല്യൂസ് വരുന്ന എക്സാമ്പിൾസിനെ കുറിച്ച് നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ടേംസിനെ കുറിച്ചാണ് പറഞ്ഞത്. 1:2 2 വന്നു, 2:3 6 വന്നു, 3:4 12 വന്നു. എല്ലാത്തിലും എന്തുണ്ട്? 2 ഒരു കോമൺ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ 1:3:4 എന്ന് നമുക്ക് എടുക്കാം. 1:3:6 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് വന്നപ്പോൾ ദിസ് ഈസ് 1:3:6. ഇതാണ് ഇവിടെ കോമ്പൗണ്ടഡ് റേഷ്യോ. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3 റേഷ്യോയുടെ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ആ 3 റേഷ്യോയുടെ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് കൺസിഡർ ചെയ്തു. അടുത്ത മറ്റൊരു കേസായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. വാട്ട് ഈസ് ദ കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ്? ഈ പറഞ്ഞ കേസിന് പകരം ഫൈൻഡ് ദി കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ്. ഇതിനെ നമുക്ക് 3 റേഷ്യോ ആയിട്ട് പരിഗണിച്ചു. 1:2, 3:4, 5:6 ഇങ്ങനെയാണെന്ന് കരുത്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ യഥാർത്ഥ എക്സാമ്പിൾ കേട്ടോ. ഇതതിൻ്റെ മറ്റൊരു വേർഷൻ എന്നുള്ളൂ. 2ൽ കൂടുതൽ റേഷ്യോ വാല്യൂസ് വന്നാൽ ഒരു റേഷ്യോയിൽ തന്നെ അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? കോമ്പൗണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ ഈ 1, 3, 5 ഇതെല്ലാം കൂടെ ഗുണിച്ചോ. അപ്പോൾ ഇത് 1:3:5 അപ്പോൾ ആൻറ്റിസിഡൻസ് എല്ലാം കൂടെ ഗുണിച്ചു. ഇനി കോൺസിക്വൻസ് എല്ലാം കൂടെ ഗുണിച്ചോ. 2, 4, 6 അപ്പോൾ അതിനെല്ലാം കൂടെ ഗുണിച്ചു. 2:4:6 എന്ന്. ഇത്രയും വേണ്ടു. ഇവിടെ തന്നെ ഒരു ട്രിക്കി അപ്രോച്ചിങ് സ്റ്റൈൽ ഉണ്ട്. നമുക്ക് മനസ്സിലായി ഈ 3ന്റെ ഇരട്ടിയല്ലേ 6. അപ്പം അങ്ങനെയൊക്കെ കട്ട് ചെയ്യാം. 2ലും പൊതുവായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് 5 എന്ന് വന്നു. ഇത് 4 16 കിട്ടിയോ? ഇതാണ് ഇവിടുത്തെ കോമ്പൗണ്ട് റേഷ്യോ. ഒപ്പം ഈ കാര്യവും ശ്രദ്ധിച്ചോണം, 2ൽ കൂടുതൽ ടേംസ് ഒരേ റേഷ്യോ വാല്യൂസിൽ വന്നാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. ഇനി ഈ കോമ്പൗണ്ട് റേഷ്യോയുടെ മറ്റൊരു ടെർമിനോളജി സെറ്റിനെയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആൻഡ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ എന്താണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റേഷ്യോ അതിനോട് തന്നെ കോമ്പൗണ്ട് ചെയ്യുന്നതിനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ A:B എന്നുള്ളതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ A:B A:Bയോട് തന്നെ കോമ്പൗണ്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? A²:B² എന്നായി. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്തായിരിക്കും? അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആയി എങ്കിൽ സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് വന്നു? സ്ക്വയർ റൂട്ട് വന്നു. അപ്പോൾ ഈ ടേംസ് ഓർത്ത് വെച്ചോണം. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറഞ്ഞാൽ A²:B². സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് A:B എന്ന് പറഞ്ഞാൽ അത് √A:√B. ഇതെല്ലാം ഈ പറഞ്ഞ കോമ്പൗണ്ടഡ് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 2:3. എന്തായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ? സ്ക്വയർ എടുത്താൽ മതി. 2²:3². അപ്പോൾ 2² എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി 4 ആണ്. 3² എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ മനസ്സിലായല്ലോ. ഇനി സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ 4:9. അപ്പോൾ എന്ന് പറയുമ്പോൾ അത് √4:9. √4:9. എന്താ √4? √4 എന്ന് പറയുമ്പോൾ 2 വന്നു. √9 എന്ന് പറയുമ്പോൾ 3 എന്ന് വരും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നേരിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ടെർമിനോളജീസ് അത്ര പരിചയമില്ലെങ്കിലേ പ്രശ്നമല്ലേ, എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടാതെ വരും. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള അടുത്ത ഒരു സെറ്റിനെയും കൂടെ മനസ്സിലാക്കിക്കണം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണെങ്കിൽ അടുത്തയാള് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്നുള്ളതാണ്. ട്രിപ്ലിക്കേറ്റും സബ് ട്രിപ്ലിക്കേറ്റും. അപ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് എന്തായിരിക്കും ട്രിപ്ലിക്കേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക, എന്തായിരിക്കും സബ് ട്രിപ്ലിക്കേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യൂബ് എടുത്താൽ മതി. കണ്ടോ, A³:B³. അപ്പോൾ സബ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാലോ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ക്യൂബ് റൂട്ട് ഓഫ് A:3. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾസിനെ നോക്കാം. ഫൈൻഡ് ദ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 2:3. അപ്പോൾ എന്ത് എടുക്കണം? നമുക്കതിൻ്റെ ക്യൂബ് എടുത്തോണം. 2³ = 3³.
എന്ന് പറയുമ്പോൾ 8:27. ഇതാണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ സബ് ട്രിപ്ലിക്കേറ്റ് വേണം. സബ് ട്രിപ്ലിക്കേറ്റ് വരുമ്പോഴത്തേക്കിന് ക്യൂബ് റൂട്ട് ഓഫ് 1 ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 1 ഈസ് ടു ക്യൂബ് റൂട്ട് ഓഫ് 8. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ന് കിട്ടി 1:2 എന്ന് കിട്ടിയില്ലേ? സോ ദാറ്റ് ഈസ് 1:2. അപ്പോൾ ആ ടെർമിനോളജീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. ഡ്യൂപ്ലിക്കേറ്റ്, സബ് ഡ്യൂപ്ലിക്കേറ്റ്, ട്രിപ്ലിക്കേറ്റ്, സബ് ട്രിപ്ലിക്കേറ്റ്. അപ്പോൾ ആ ഒരു വേയിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്തോണം. നമുക്കിനി അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരാൻ നോക്കൂ. ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റേഷ്യോസ് കേട്ടോ. ആ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റേഷ്യോസ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ഫൈനലി കോമ്പൗണ്ടഡ് റേഷ്യോ. കോമ്പൗണ്ടഡ് റേഷ്യോയിൽ സ്പെഷ്യൽ കേസസ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ്, സബ് ഡ്യൂപ്ലിക്കേറ്റ്, ട്രിപ്ലിക്കേറ്റ്, സബ് ട്രിപ്ലിക്കേറ്റ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇവയെ ഇനി എഫക്റ്റീവ്ലി എങ്ങനെ പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെറ്റ് നോക്കുക. 5 times the salary of AB is equal to 6 times the salary of Bijoy and 8 times the salary of Chetan. Then AB's salary is approximately what percent lesser than the sum of the salary of Bijoy and Chetan? അപ്പോൾ റേഷ്യോയുടെ ഡിഫറെൻറ്റ് ഫോംസും അപ്പോൾ പെർസെൻറ്റേജും ഒക്കെ കൂടെ ഇടകലർത്തിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ അതിനെ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഈ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ മനസ്സിലാക്കിക്കണം. 5 times the salary of AB. അപ്പോൾ നമ്മൾ നീട്ടിപ്പിടിച്ച് സാലറി ഓഫ് എബി വി ആർ കൺസ്ട്രെയിങ് ആസ് എ എന്നൊന്നും എഴുതണ്ട. സോ സിംപ്ലി വി ആർ കൺസ്ട്രെയിങ്. വി നോ ദാറ്റ്. നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത് എബിയുടെ സാലറിയാണ്. എ സ്റ്റാൻഡ്സ് ഫോർ ദ സാലറി ഓഫ് എബി. അപ്പോൾ 5 times the salary of എബി ഈസ് ഈക്വൽ ടു 6 times the salary of ബിജോയ്. അപ്പോൾ ഇങ്ങനെ എഴുതി 6 times the salary of ബിജോയ്. ദാറ്റ് ഈസ് സെയിം ആസ് 8 times the salary of ചേതൻ. ദാറ്റ് ഈസ് സെയിം ആസ് 8 times the salary of ചേതൻ. അപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോഴേ നിങ്ങൾക്ക് കത്തിയോ? ഇത് ഏത് ടൈപ്പാണ്? ഏത് ടൈപ്പ് റേഷ്യോ? നമ്മുടെ ടൈപ്പ് 1 ആണ് അല്ലേ? ടൈപ്പ് 1ൻ്റെ വഴി എന്താ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അത് നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ A:B:C, അതായത് ഇവരുടെ സാലറീസ് തമ്മിലുള്ള റേഷ്യോയെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിങ്ങനെ ഹൈഡ് ചെയ്തു. 6ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. 6 × 8 48. വ്യക്തമായോ? അടുത്തത് 6B ഹൈഡ് ചെയ്തു. ബാക്കി രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്തു. 5 × 8 8 40. അവസാനത്തെ ആളെ ഇയാളെ ഹൈഡ് ചെയ്തു. 5 × 6 30. അപ്പം ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി. ഇവരെയൊക്കെ നമുക്കൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തോ? ഇവരൊക്കെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇനി അത് മനസ്സിൽ വെച്ചോണം. ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴൊക്കെ ഈ പറഞ്ഞ 3 വാല്യൂസിൽ ഏതെങ്കിലും 2 എണ്ണത്തിൽ കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ടെന്ന് കരുതുക. ഉദാഹരണത്തിന് ഇവിടെ 6ലും 8ലും 2 എന്ന ഫാക്ടർ കോമൺ ആയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഹൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ഈ ഫൈനൽ ആൻസറിൽ എല്ലാ ടേംസിലും വരും. കാര്യം എന്താ? ഇത് ഹൈഡ് ചെയ്തപ്പോൾ ഈ 6ഉം 8ഉം അവിടെയുണ്ട്. ഇത് ഹൈഡ് ചെയ്തപ്പോൾ 8 ഉണ്ട്. ഇത് ഹൈഡ് ചെയ്തപ്പോൾ 6 അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 2ൻ്റെ പ്രസൻസ് എല്ലായിടത്തും കാണുമെന്ന് ഓർത്തോണം. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കിയാൽ വേണമെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാം അല്ലേ? ഇതിങ്ങനെ ഹൈഡ് ചെയ്തപ്പോൾ 6 8 48. അപ്പോഴേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 24. ഇത് ഹൈഡ് ചെയ്തു 8 40. അപ്പോഴേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 20. ഇത് 30. അപ്പോഴേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 15. ഇത്രയേ ഉള്ളൂ. ഇനി അതല്ല, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തല്ല എഴുതിയതിന് ശേഷമാണ് ഇതിനെ ഇങ്ങനെ മാറ്റുന്നത്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരികയാണ്. എബിയുടെ സാലറി ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ലെസ്സർ ദാൻ ദ സം ഓഫ് ദ സാലറീസ് ഓഫ് ബിജോയ് ആൻഡ് ചേതൻ. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് എബിയുടെ സാലറി, ബിജോയ് ആൻഡ് ചേതൻ്റെ സാലറി. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാം. എബിയുടെ സാലറി 24 ശ്രദ്ധിച്ചോ, 24. ബിജോയ് ആൻഡ് ചേതൻ 20ഉം 15ഉം കൂടെ ചേർന്നു എത്ര വന്നു? 35. ഇങ്ങനെയാണ് നമുക്ക് ആ വാല്യൂസ് കിട്ടിയത്. അപ്പം നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഈ 24 35നേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണ് ആണ് കണ്ടുപിടിക്കുന്നത്. ദിസ് 24 ഈസ് വാട്ട് പെർസെൻറ്റേജ് ലെസ്സർ ദാൻ 35. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇവിടെ ഒരു 11 കുറവ് വന്നിരിക്കുന്നത്, 11. അപ്പോൾ ആ പെർസെൻറ്റേജ് എന്താണെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. Therefore the required percentage എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. റിക്വയേർഡ് പെർസെൻറ്റേജ്, ആ കുറയ്ക്കേണ്ട പെർസെൻറ്റേജ്. അപ്പോൾ അത് 11/35 × 100 ആണ്. അപ്പോൾ അവിടെ സാധാ ഡിവിഷൻ കൊണ്ടുവരും. 11/35 × 100. നമുക്ക് ഇവിടെ 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു 20, 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു 7. ഇപ്പോൾ ഇവിടെ 11 20 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 11 20 കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 220/7.
അവിടെ സാധാ ഡിവിഷൻ കൊണ്ടൊരു 3 7 21 കിട്ടിയോ? ആ 3 കിട്ടിയപ്പോൾ തന്നെ നമുക്കിവിടെ ആൻസർ ആയോ എന്ന് നോക്കണം. കണ്ടോ 3 പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ നേരിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പൊ അവിടെ ലാസ്റ്റ് ഓപ്ഷൻ കണ്ടോ, കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്നല്ലേ? അതല്ലെന്ന് എന്തായാലും മനസ്സിലായല്ലോ. നൺ ഓഫ് ദീസ് എന്ന് വല്ലതും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എന്തായാലും കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ കൊണ്ടുവന്നത് കമ്പൈനിങ് റേഷ്യോ മീൻസ് ഈ പറയുന്ന ടൈപ്പ് ഓഫ് റേഷ്യോയുടെ ആപ്ലിക്കേഷൻ ആണ്. നോക്കൂ, ടൈപ്സ് ഓഫ് റേഷ്യോയുടെ മറ്റൊരു ആപ്ലിക്കേഷൻ. ഇഫ് 1/4 ഓഫ് ദി പ്രൈസ് ഓഫ് എ പെൻ, 1/3 ഓഫ് ദ പ്രൈസ് ഓഫ് an eraser and 1/8 of the price of a book are equal, and the difference between the prices of a book and a pen is ₹8, find the price of an eraser. അപ്പോൾ ആദ്യം എന്താ ഈ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ നമ്മളൊന്ന് എടുത്തെഴുതി. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, ഇത് ഏത് ടൈപ്പിലാണ് പെടുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യമേ നമ്മൾ നോക്കി 1/4 പ്രൈസ് ഓഫ് എ പെൻ. പെന്നിൻ്റെ പ്രൈസിൻ്റെ 1/4 ഇങ്ങനെ എഴുതരുതോ? 1/4 പ്രൈസ് ഓഫ് എ പെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 the price of an eraser, 1/3 the price of an eraser. അപ്പോൾ അത് ഇങ്ങനെ എഴുതി. Again that's equal to 1/8 the price of a book, 1/8 the price of a book. ഇങ്ങനെ എഴുതി. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ഏത് ടൈപ്പാണ്. ഓർത്തേ, ഡിനോമിനേറ്ററിൽ മാത്രം വാല്യൂസ് വരുന്നു. നമ്മുടെ ടൈപ്പ് 2 ആണ്. ഇപ്പോൾ ടൈപ്പ് 2 വന്നപ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റി. പെൻ ഈസ് ടു ഇറേസർ ഈസ് ടു ബുക്ക് എന്ന് പറയുമ്പോൾ അത് 4:3:8 ആണ്. കിട്ടിയോ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന അടുത്ത പോയിന്റ് എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈസസ് ഓഫ് എ ബുക്ക് ആൻഡ് പെൻ ഈസ് ₹8. അപ്പോൾ ഈ ബുക്കും പെന്നും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് ചിന്തിച്ചു. കണ്ടോ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈസസ് ഓഫ് എ ബുക്ക് ആൻഡ് പെൻ. ആലോചിച്ച് നോക്കൂ, ബുക്കും പെന്നും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 8ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 അല്ലേ? 4. ദിസ് 4 ഈസ് റെപ്രസെൻറ്റിങ് ഹൗ മച്ച്? ദിസ് 4 ഈസ് റെപ്രസെൻറ്റിങ് ₹8. ഉണ്ടോ? ഇതാണ് പറഞ്ഞിരിക്കുന്നത്. Then the price of an eraser is represented by 3. അപ്പോൾ ഇറേസറിന്റെ പ്രൈസ് എന്താണ്? അപ്പോൾ നമ്മൾ 3 എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇറ്റ്സ് ഈസി. എന്താ? 4 സൂചിപ്പിക്കുന്ന ₹8 ആണെങ്കിൽ 3 സൂചിപ്പിക്കുന്ന എന്താണ്? അപ്പോൾ നമുക്ക് മനസ്സിലായി 4 സൂചിപ്പിക്കുന്ന ₹8 ആണെങ്കിൽ 3 സൂചിപ്പിക്കുന്ന ₹6 ആയിരിക്കും. എളുപ്പമല്ലേ? അപ്പോൾ ഇതാണ് ആ ടൈപ്പ് 2 റേഷ്യോയുടെ ആപ്ലിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, മറ്റൊരു പ്രാക്ടിക്കൽ അപ്രോച്ചാണിത്. 4 cars took 4 hours, 6 hours, 5 hours, 8 hours respectively to cover an equal distance. Find the ratio of the respective speeds. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. അപ്പോൾ ഇവരെടുക്കുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടോ. 4 hours, 6 hours, 5 hours, 8 hours ആണ്. എങ്കിൽ എപ്പോഴാ ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്പീഡ്സിൻ്റെ റേഷ്യോ ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിന് ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈമാണ്. അത് പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ് കേട്ടോ. ഒരേ ദൂരം, ഒരു പർട്ടിക്കുലർ ദൂരം സഞ്ചരിക്കുന്നതിനെ കുറിച്ച് കൺസിഡർ ചെയ്തു. സ്പീഡ് കൂട്ടിയാൽ എടുക്കുന്ന സമയം കുറവല്ലേ വേണ്ടു. സ്പീഡ് ഇരട്ടിയാക്കി, അപ്പോൾ എടുക്കുന്ന സമയം പകുതി വരും. അപ്പോൾ നമുക്ക് അതിനെയാണ് ഉദ്ദേശിക്കുന്നത് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്പീഡ് കൂടുമ്പോൾ സമയം കുറയും, സ്പീഡ് കുറഞ്ഞാൽ ടൈം കൂടും. ഒരു ഡിസ്റ്റൻസ്, ഒരു പർട്ടിക്കുലർ ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ ഈ മാത്തമെറ്റിക്കൽ കണക്ഷൻസിലേക്ക് അതിനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷനെ നമുക്ക് കൊണ്ടുവരേണ്ട ഇത്രയേ ഉള്ളൂ. സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും ടൈമിൻ്റെ റേഷ്യോ. അല്ലെങ്കിൽ നേരെ തിരിച്ച്, ടൈമിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ. ഇനി ഇതിങ്ങനെ എങ്ങനെ എഴുതാം അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പറയുകയാണ് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. നമുക്കിവിടെ ടൈമിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. 4 കാറുകളുടെ ടൈമിൻ്റെ വാല്യൂസാണ്. അപ്പോൾ 4 മണിക്കൂർ, 6 മണിക്കൂർ, 5 മണിക്കൂർ, 8 മണിക്കൂർ. അവയെ ഞാനൊരു റേഷ്യോ ആയിട്ട് തന്നെ അങ്ങ് എഴുതി. 4, 6, 5, 8 എന്നങ്ങ് എഴുതി. അവയിൽ പൊതുവായിട്ട് സിംപ്ലിഫൈ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്തില്ല, അങ്ങനെ തന്നെ ഇട്ടു. ഇനി നമ്മൾ അടുത്ത കൺസിഡർ ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്താണ്? അപ്പോൾ പ്രത്യേകം ഓർത്തോണം, സ്പീഡ് ഈസ് ഇൻവേഴ്സ് ഓഫ് ടൈമാ. ഈ ഇൻവേഴ്സ് എങ്ങനെ എഴുതുക? ഇത് നേരെ തിരിച്ചെഴുതിയാൽ മതിയോ? 8, 5, 6, 4 തെറ്റും. 2 വാല്യൂസേ ഉള്ളായിരുന്നു, അങ്ങനെ തിരിച്ചെഴുതിയാൽ മതി. അപ്പോൾ 2ൽ കൂടുതൽ വന്നാൽ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ, ഇവയുടെയൊക്കെ റെസിപ്രോക്കൽ അങ്ങ് എഴുതിയാൽ മതി.
1/4, 1/6, 1/5, 1/8. ഇങ്ങനെ വന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അറിയില്ലേ? ഇവയൊക്കെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അവയൊക്കെ 4, 6, 5, 8 ഇവരുടെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണം. വാട്ട് ഈസ് ദ LCM ഓഫ് 4, 5, 6, 8? ഇപ്പോൾ ഇവരുടെ LCMനെ കണ്ടുപിടിക്കുകയാണ്. സാധാ ഡിവിഷൻ മെത്തേഡ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് അവിടെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ 8ൻ്റെ മൾട്ടിപ്പിൾസിനെ ഫോളോ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാലും മതി. ഇവിടെ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു സിമ്പിൾ വേർഷനിലേക്ക് വരാം. ഇവിടെ നമുക്ക് മനസ്സിലായി 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2, ഈ 5 ഇങ്ങനെ തന്നെ ഇറക്കി എഴുതി കേട്ടോ. 5, ഇത് 3 വന്നു, 4. ഇനി എന്ത് സാധിക്കും? ഇനി എന്ത് ഡിവിഷൻ സാധിക്കും? നമുക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് 2ഉം 4ഉം ഉണ്ടല്ലേ. നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും 2 നമ്പേഴ്സെങ്കിലും ഉണ്ടോ കോമൺ ഫാക്ടർ ഉള്ളതെന്നാണ്. അപ്പോൾ പരമാവധി പൊതുവായിട്ടുള്ളവരെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 1. ഈ 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 5 അങ്ങനെ തന്നെ എഴുതി. 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 അങ്ങനെ തന്നെ എഴുതി. 4നെ ഡിവൈഡ് ചെയ്യാം, 2. ഈ സാഹചര്യം വന്നപ്പോൾ ഏതെങ്കിലും 2 നമ്പേഴ്സിനെ പോലും ഡിവൈഡ് ചെയ്യാനുള്ള കോമൺ ഫാക്ടർ ഇല്ല. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഈ വന്ന വാല്യൂസ് എല്ലാം കൂടെ എടുത്ത് ഗുണിച്ചാൽ മതി, LCM ആയി. അപ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ 2 × 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 5 × 3 × 2 ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ I2 10 അല്ലേ? ബാക്കി എല്ലാവരും കൂടെ ഒന്ന് എടുത്തു. 2 × 3 6, 6 × 2 12. അപ്പം 120 വന്നില്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ LCM കിട്ടി 120. അപ്പം ഇതിനെല്ലാം 120 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 120. അപ്പോൾ ഇതിനെ 120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ശ്രദ്ധിച്ചോണം. 1/4 ഓഫ് 120 ആണ് കേട്ടോ, 30. 1/6 ഓഫ് 120, 20. 1/5 ഓഫ് 120, 24. 1/8 ഓഫ് 120, 15. ഇതാണ് നമ്മുടെ ഉത്തരം. ഇടിയോ? ഇനി ഇവിടെ ഒരു പൊടിക്കൈയുണ്ട്. ഇത്രയൊന്നും പോകാതെ നമുക്ക് ആൻസറിലേക്ക് വരാം. നമ്മളുടെ ഈ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം 4, 6, 5, 8 എത്രയാണോ? നിങ്ങൾ വെറുതെ ഓപ്ഷൻസുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. കാര്യം ഇത് ടൈമും ഈ ഓപ്ഷൻസിലൊക്കെ തന്നിരിക്കുന്ന സ്പീഡുമാണ്. നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ്, സ്പീഡ് ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ്. ഇവിടെ ഒരേ ഡിസ്റ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അൺഈക്വൽ ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ വെറുതെ നോക്കേണ്ടത് ഇവരിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം പ്രോഡക്റ്റ് വരുന്ന ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സെയിം പ്രോഡക്റ്റ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കണം. 4 × 20 80 അല്ലേ? അത് മനസ്സിൽ വെച്ചു. 6 × 24 80 ആണോ? അല്ല. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തു. എളുപ്പമല്ലേ കാര്യം? 4 × 30 എത്രയാ? 120. അപ്പോൾ 4 × 30 120. 6 × 20 120. 5 × 24 120. 8 × 15 120. ഒട്ടും സംശയിക്കേണ്ട, ദിസ് ഈസ് ആൻസർ. ഇടിയോ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാവുന്ന പൊടിക്കൈകളെ കുറിച്ച് കൂടെ ചിന്തിച്ചോണം. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണോ, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മറ്റെന്തെങ്കിലും ട്രിക്കി വേ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ഫൈനലി മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. In a circular race, 3 cars A, B, C are participating with the respective speeds of 40 km/h, 50 km/h, 60 km/h. If car A took half an hour more than that has taken by car C to finish the race, find the time taken by car B to finish the race. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് ഇവയുടെ റിലേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടുത്തെ റേഷ്യോയുടെ ഇൻവേഴ്സ് ഡയറക്റ്റ് വേരിയേഷൻസിനെ കുറിച്ചുള്ള ഐഡിയ ഇപ്പം നമുക്ക് ബേസിക് ആയിട്ട് കിട്ടി. എങ്കിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അപ്പം നമുക്ക് ഇവിടെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഈ പറഞ്ഞ 3 കാറുകളുടെ ABC ഇവരുടെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവരുടെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് എന്തൊക്കെയാണ്? 40, 50, 60 ആണ് അല്ലേ? അപ്പോൾ ഇത് 40, 50, 60. അപ്പോൾ നമുക്കിതിന് റേഷ്യോ ആയിട്ട് എടുത്തിയാലോ? 4:5:6. 4:5:6. അങ്ങനെയാണെങ്കിൽ
എന്തായിരിക്കും ഇവരെടുക്കാൻ പോകുന്ന ടൈമിൻ്റെ റേഷ്യോ എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്പീഡിൻ്റെ ഇൻവേഴ്സ് ആണ് ടൈം എന്ന് പറഞ്ഞു. സ്പീഡിൻ്റെ ഇൻവേഴ്സ് ആണ് ടൈം. അപ്പോൾ ആ കാര്യം നമ്മളിവിടെ ഉപയോഗിച്ചാൽ ഇത് 1/4, 1/5 ആൻഡ് 1/6. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒരു ഇൻ്റഗ്രൽ ഫോമിലേക്ക് കൊണ്ടുവരാൻ 4, 5, 6ൻ്റെ എൽസിയമിനെ കുറിച്ച് ചിന്തിക്കണം. എന്താണ് 4, 5, 6ൻ്റെ എൽസിയം? 4, 5, 6. നമുക്ക് മനസ്സിലായി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. 5നെ അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അല്ലേ? ആകെ പിന്നെ 4ലും 6ലുള്ള 2 ഉള്ളൂ. അപ്പൊ 2, ഈ 5 അങ്ങനെ തന്നെ ഇറക്കി എഴുതിക്കോ. 5, ഇവിടെ 3 കഴിഞ്ഞു. ഒറ്റ ഡിവിഷനിൽ കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ ഗുണിച്ചോ. ഇപ്പൊ 2 ഇൻറ്റു 5 ഇൻറ്റു 3 60 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വാല്യൂസിനൊക്കെ 60 കൊണ്ടങ്ങ് ഗുണിക്കണം. അപ്പം നിങ്ങൾ പ്രാക്ടീസ്ഡ് ആയി കഴിയുമ്പോൾ എൽസിയം കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആയിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. എന്നുവെച്ചാൽ ബൈമൈൻഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ റേഷ്യോ ഫെയർ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. 1/4 of 60. 1/4 of 60 എത്ര വന്നു? 15. 1/5 of 60. 1/5 of 60 12. 1/6 of 60 10. അപ്പോൾ നമുക്ക് റേഷ്യോ എങ്ങനെ കിട്ടി? 15:12:10 എന്ന് കിട്ടി. ഇത് സമയത്തിൻ്റെ റേഷ്യോ ആണ്. ശ്രദ്ധിച്ചോ. ഇനി നമ്മോട് പറഞ്ഞത് കാർ എ ടുക്ക് ഹാഫ് ആൻ അവർ മോർ ദാൻ ദാറ്റ് ഹാസ് ടേക്കൺ ബൈ കാർ സി. അപ്പോൾ എയും സിയുമായിട്ടുള്ള സമയത്തിലെ വ്യത്യാസത്തിനെ കുറിച്ചൊന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ നമുക്ക് മനസ്സിലായി 15ഉം 10ഉം അല്ലേ? അപ്പോൾ എയും സിയുമായിട്ടുള്ള സമയത്തിലെ വ്യത്യാസം 5 അല്ലേ? ഈ 5 സൂചിപ്പിക്കുന്നത് ഹാഫ് ആൻ അവർ. ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ എന്താ? 30 minutes ആണ്. മിനിറ്റ്സിലേക്ക് കൊണ്ടുവരും, അതായിരിക്കും എളുപ്പം. ഇത് 30 minutes. മനസ്സിലായില്ലേ? 30 minutes ആണ്. അങ്ങനെയാണെങ്കിൽ ദ ടൈം ടേക്കൺ ബൈ ബി. ഇപ്പൊ ബി എടുക്കുന്ന സമയത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇപ്പൊ ബി എടുക്കുന്ന ടൈം ഏതാ? 12 ആണ്. ഉണ്ടോ? ബി എടുക്കുന്ന 12 ആണ്. അപ്പൊ 12 എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. As this 5 represents 30 minutes, what this 12 represents? അപ്പോൾ മനസ്സിലായി 5 into 6 ആണ് 30. അപ്പോൾ 12 into 6 72 minutes. ഈ 72 minutes നമ്മുടെ ഓപ്ഷൻ കിടപ്പില്ല അല്ലേ? അപ്പോൾ മനസ്സിലാക്കിയാൽ മതി 72 minutesനെ എങ്ങനെ അവർ ആൻഡ് മിനിറ്റ്സ് ആക്കി മാറ്റാം. അപ്പോൾ 72 minutes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 minutes ചേരുമ്പോൾ ഒരു അവറായി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റുക 1 hour 12 minutes എന്ന് കൊണ്ടുവരുമോ? 1 hour 12 minutes. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് വന്നോളും 1 hour 12 minutes എന്ന് വരും. അപ്പോൾ ഇവയാണ് നമ്മൾ ഈ പറഞ്ഞ റേഷ്യോയുടെ മിക്സ്ചേഴ്സിലെ ആപ്ലിക്കേഷനും ഒപ്പം ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റേഷ്യോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയായി. അപ്പോൾ അതിൽ വന്ന ട്രിക്കി ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് കൂടുതൽ ചെയ്ത് നമ്മൾ പ്രൊഫഷ്യൻ്റ് ആക്കുക. തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.